കൊരിന്ത്യർക്ക് പൗലോസ് 2 ലേഖനം എഴുതി, നമുക്കറിയാം. 1, 2 ലേഖനം. 2 ലേഖനത്തിലെയും പ്രതിപാദ്യ വിഷയം വിശുദ്ധീകരണം അല്ലെങ്കിൽ വേർപാട്. ഇന്ന് ഇല്ലാത്തത് അത് തന്നെ. ആള് കണ്ടമാനം കൂടുന്നുണ്ട്, വേർപാടില്ല. ചില പറഞ്ഞ് കേട്ടിട്ടില്ലയോ, നേരത്തെ എന്നില്ലേ സീറ്റ് കിട്ടുകയല്ലെന്ന്. നമ്മൾ ഇച്ചിരി നേരത്തെ പോകുന്ന കണ്ടേ പാർക്കിങ്ങിനല്ലെങ്കിൽ സ്ഥലം കാണുക. ചില പറയാറുണ്ട് നല്ല ഗ്രോത്താ, അഭിനന്ദിക്കാം, പക്ഷേ വേർപാടില്ല. ദൈവം ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും ദൈവത്തെ ആരാധിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾ വേർപാട് അനുഷ്ഠിക്കണം. അത് ദൈവത്തിന് ഇഷ്ടമാണ്. അപ്പോൾ കൊരിന്ത്യർക്ക് പൗലോസ് 2 ലേഖനം എഴുതിയത് വേർപാട് അല്ലെങ്കിൽ വിശുദ്ധീകരണം. നമ്മളെ 1-ാം ലേഖനം 16-ാം അധ്യായത്തിൽ നിന്നാണ് കുറുവാക്യം എടുത്തിരിക്കുന്നത്. 1-ാം ലേഖനത്തിന് നമുക്കറിയാം 16 അധ്യായങ്ങളാണ്. ഞാൻ എപ്പോഴും മിക്കയിടത്തും പറയുന്നതാണ്. ഓരോ അധ്യായത്തിലും ഓരോ സബ്ജക്റ്റുകളാണ്. 1-ാം അധ്യായത്തിൽ പക്ഷം പിടിക്കുന്ന വിഷയം. പക്ഷം എല്ലായിടത്തും പക്ഷമാണ്. അപ്പൊല്ലോസിൻ്റെ പക്ഷം, പൗലോസിൻ്റെ പക്ഷം, കേബാവിൻ്റെ പക്ഷം, പിന്നെ ചിലര് ക്രിസ്തുവിൻ്റെ പക്ഷം. എല്ലായിടത്തും പക്ഷമാണ്. ക്രിസ്ത്യാനികളെന്ന് പറയുന്ന അഭിമാനിക്കുന്നവരും അങ്ങ് പക്ഷമാണ്. ബാബാ കക്ഷി, മെത്രാൻ കക്ഷി എല്ലാം പക്ഷമാണ്. CSI തന്നെ 2 വകുപ്പാണ് അല്ലേ? തെക്കൻ തിരുവിതാംകൂറിലൊന്ന്, അവിടെ വേറൊരെണ്ണം. അവർ തരംതിരിച്ചിട്ടുണ്ട്. എല്ലായിടത്തും പക്ഷമാണ്. പെന്തിക്കോസും ഇതൊക്കെ തന്നെ. വെളുത്ത ബന്ധിക്കോസ്, കറുത്ത ബന്ധിക്കോസ്, ഇരുനിറക്കാർ ബന്ധിക്കോസ്, വിളറിയ ബന്ധിക്കോസ്, കാശുള്ള ബന്ധിക്കോസ്, കാശില്ലാത്ത ബന്ധിക്കോസ്, കളറുള്ള ബന്ധിക്കോസ്, കളറ് കുറഞ്ഞ ബന്ധിക്കോസ്, എല്ലാം പക്ഷമാണ്. കാശുകാരെല്ലാം കൂടെ കൂടുന്നൊരു ബന്ധിക്കോസ്. അത് പാവത്തങ്ങളെ എന്നാൽ അവർ അംഗീകരിക്കുകയല്ല. വരണ്ടെന്ന് പറയുകയല്ല, മിണ്ടുകയല്ല. വരണ്ടെന്നൊന്നും പറയുകയല്ല, മിണ്ടുകയല്ല. മിണ്ടായിരിക്കുമ്പോൾ പിന്നെ അങ്ങോട്ട് നമ്മൾ ചെല്ലുകയല്ലോ. ഞാൻ പറഞ്ഞതിനകത്ത് ഇതിൽ അപാകതയുണ്ടോ? പിന്നെ നിങ്ങളെല്ലാം ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കുന്നത്. എല്ലായിടത്തും പരുവക്കേടാ. ദൈവത്തിന് മുഖപക്ഷമില്ല. പുസ്തകം പഠിപ്പിക്കുന്നത് ഭൂതലത്തിൽ നിന്നും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ, അതാ പുസ്തകം പഠിപ്പിക്കുന്നത്. അതങ്ങനെ തന്നെ. പിന്നെ കാലങ്ങൾ കുറേ കഴിഞ്ഞപ്പോൾ കളറും നിറവും നിലവാരവും ഒക്കെ വ്യത്യാസപ്പെട്ടെന്നുള്ള ഒരൊറ്റ ഒരെണ്ണത്തിൻ്റെ ആയിരിക്കുന്ന മുഴുവൻ ആണെന്ന്. ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ദൈവം ഉളവാക്കി. ദൈവം ജാതിയൊന്നും വെച്ചിട്ടില്ല. ഒരുത്തൻ്റെ നിന്നാ മനുഷ്യനാ. പിന്നീട് അല്ലെ മനുവൊക്കെ നാശോപ്പിച്ച് വെച്ചാ പോയത്. അല്ല മനു നമ്മുടെ സഭയിലെ മനുവല്ല. എനിക്ക് മനു എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോഴേ നാശോപ്പിച്ച് വെച്ചാ പോയത്. 4ആയിട്ട് തിരിച്ചു വെച്ച് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, സംസ്കാരമൊന്നും പറയാനൊക്കത്തില്ല, നടപടിക്രമം. ബ്രാഹ്മണോകം, നരേന്ദ്രോകം, ആഢ്യോകം എന്നിങ്ങനെ റെഡിതം കലർന്നിടുന്ന ജാന്തരേ. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര നടപടിക്രമങ്ങളാണ്. വഴിയെ നായിക്ക് നടക്കാൻ മനുഷ്യന് നടക്കാനൊക്കത്തില്ല. ഒപ്പിച്ച് വെച്ചു പോയതാണ്. പട്ടിക്ക് എതിലേയും പോകാം, പട്ടിക്കിപ്പോൾ പോകാം, പട്ടിയെ തൊടാനൊക്കത്തില്ലെന്നാണ് ഒരു തള്ള പറഞ്ഞേക്കുന്നത്. തൊട്ടുപോരുത് പട്ടിയെ. പട്ടിക്ക് ആളായി. പന്നിയെ തൊടരുത്, അതിനാളായി. അല്ലേ? കഷ്ടപ്പെട്ടുണ്ടാക്കിയ വാഴയും ചേനയും ചേമ്പും എല്ലാം പന്നി കുത്തി ഇളക്കി തൊട്ടേക്കരുത്. പാമ്പ് കൊത്താൻ വന്ന് എവിടെയും ഓടി രക്ഷപ്പെട്ടോണം. പാമ്പിനൊന്നും ചെയ്യാനൊക്കത്തില്ല, ഒന്നും ചെയ്യാനൊക്കത്തില്ല. അല്ലേ? അപ്പം പട്ടിക്ക് സംരക്ഷണമായി, പാമ്പിന് സംരക്ഷണമായി, പന്നിക്ക് സംരക്ഷണമായി, പശുവിന്. മനുഷ്യന് മാത്രം വലിയ സംരക്ഷണമൊന്നും. അങ്ങനത്തെ ഒരു കാലവും ലോകമായി തീർന്നിരിക്കുക. എന്നാൽ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ പഠിപ്പിക്കുന്ന മാർഗമാ സുവിശേഷം.
അധസ്ഥിതരാകുന്ന അധകൃതരാകുന്ന ആൾക്കാരുടെ ഉന്നമനത്തിന് അഹോരാത്രം പൊരുതിയ അവന് സാധ്യതകൾ ഒരുക്കി തന്ന മാർഗമാ സുവിശേഷം. ഈ കേരളത്തിൽ മിഷണറി വൈര്യന്മാർ വന്ന് നന്നായിട്ട് അവർ അഹോരാത്രം ബന്ധപ്പെട്ടതാണ്. വിശേഷിച്ച് CMSലെ ഇപ്പോഴത്തെ CMSലെ മിഷണറിമാർ, സാൽവേഷൻ ആർമി, ആ രണ്ടു കൂട്ടരും ശക്തമായിട്ട് ഇതിനെതിരെ അധ്വാനിച്ചവരാ. എന്തിക്കോസുകാരൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഒന്നും ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നമ്മളിങ്ങനെ ആത്മാവിൽ നിറയുന്നല്ലാതെ കാര്യം പറയണം. അധസ്ഥിതരാകുന്ന അധകരാകുന്ന ആൾക്കാരുടെ ഉന്നമനത്തിനും അവരുടെ പുരോഗതിക്കും ആശ്വാസത്തിനും വളരെ യത്നിച്ചവരാ സാൽവേഷൻ ആർമിക്കാരും CMS മിഷണറിമാരും. അവരെ മറക്കാനൊക്കത്തില്ല. നന്നായിട്ട് അവർ പ്രവർത്തിച്ചു. ഈ വേദപുസ്തകം നമ്മുടെ കയ്യിൽ തരാൻ അവർ ഒത്തിരി അധ്വാനിച്ചവരാ CSAക്കാർ. വേദപുസ്തകം കൈ കിട്ടിയത് കൊണ്ടാണ് നമുക്ക് വിവരം ഉണ്ടായത്. ഇല്ലെങ്കിൽ അമ്പരാക്കന്മാരെ എല്ലാം ചുമന്നുകൊണ്ട് നടന്ന് അവസാനം ഏണും നടുവും എല്ലാം കഴിച്ച് ഇതെല്ലാം ഇങ്ങനെ കിടക്കുകയല്ലയോ അല്ലേ? പണിത് നമ്മുടെ ഇടപാട് തീർന്നതാണ്. നമ്മുടെ പിതാക്കന്മാരുടെ കൂലി കൊടുക്കുക അതുമില്ല. പാട്ടുകാര് പാടുകല്ലേ, ജോലി ചെയ്തു വിയർപ്പോഴേക്ക് കൂലി ചോദിച്ചാലുടനെ പോകണമെന്നോതുവതും ശരിയോ തെറ്റോ. ജോലി ചെയ്ത് വിയർപ്പൊഴുക്കി കൂലി ചോദിച്ചാലുടനെ പോകണമെന്നോതുവതും ശരിയോ തെറ്റോ. ഇത് ശരിയോ തെറ്റോ. കള്ളടിച്ചു പള്ള വീർന്നു ഞാച്ചില്ലാതെ റോഡ് തെരുവ് തെണ്ടി തിരയുവതും ശരിയോ തെറ്റോ. കള്ളടിച്ചു പള്ള വീർന്നു ഞാച്ചില്ലാതെ റോഡ് തെരുവ് തെണ്ടി തിരയുവതും ശരിയോ തെറ്റോ. ജോലി ചെയ്തു വിയർപ്പൊഴുക്കി കൂലി ചോദിച്ചാലുടനെ പോകണമെന്നോതുവതും ശരിയോ തെറ്റോ. ഇത് ശരിയോ തെറ്റോ. അപ്പൊ ജോലി ചെയ്ത് വിയർപ്പ് കൂലി ചോദിക്കാനൊക്കത്തില്ല. ചോദിച്ചാൽ തല്ല് കിട്ടും. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല, നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പള്ളിക്കൂടത്ത് കയറ്റുകയല്ല. കയറ്റിയെന്ന് പറഞ്ഞാൽ ഇവിടെ പള്ളിക്കൂടം കത്തിച്ചത്. സമാന സംഭവം തിരുവല്ലയ്ക്കടുത്ത് പുല്ലാട് നടന്നു. പുല്ലാട് ലഹള. ആ ഭാഗമൊന്നും ഇപ്പം വിവരിക്കുന്നില്ല. നിങ്ങൾക്ക് എന്നേക്കാൾ നന്നായിട്ട് ആ കാര്യം അറിയാം. അപ്പൊ ഇതിനെല്ലാം മാറ്റം വന്നതും വരുത്തിയത് സുവിശേഷമാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തിയത് സുവിശേഷമാണ്. ദൈവത്തിന് ജാതി മതമൊന്നുമില്ല. ഒറ്റ മനുഷ്യനെന്ന സകല മനുഷ്യവർഗവും ഈ ഭൂമിയിലുള്ളത് ഒരാളിൽ നിന്ന്. ആള് ദൈവത്തിൻ്റെ സാദൃശ്യത്തിൻ്റെ സ്വരൂപത്തിലുള്ള ആള്. അത് ദൈവം സൃഷ്ടിച്ചതാ, അല്ലാതെ കുരങ്ങ് കാട്ടിൽ നിന്നോട്ട് വന്ന് മൂത്തതല്ല. ഒരു കുരങ്ങ് ഇങ്ങോട്ട് വന്നത് മൂത്ത് പിന്നെ തലമുറകളായി മറിഞ്ഞ് ഈ പരുവത്തിന് വന്നിരിക്കുന്ന പുസ്തകം പഠിപ്പിച്ചത് പണ്ട് സ്കൂളിൽ. പിന്നെ ചിലരുടെ നോട്ടം ഇരിപ്പം കാണുമ്പോൾ അത് തന്നെ ആണെന്ന് ചിലപ്പം അങ്ങനെ തോന്നാറുണ്ട്. കാരണം ഒരു സ്തോത്രം പറയായിട്ടൊരു ചൈതന്യമായിട്ടും ഒന്നുമില്ല. ചിലപ്പോൾ അങ്ങ് തോന്നിപ്പോവുക. പുസ്തകം പഠിപ്പിക്കുന്നത് മണ്ണിലെ പൊടി കൊണ്ട് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചെന്ന. മണ്ണുകൊണ്ട് മനുഷ്യനെ വിരചിച്ചവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി. ആട്ടെ, ഞാൻ ആ ഭാഗമെല്ലാം വിവരിക്കുന്നില്ല. കർത്താവിന് മഹത്വം. സുവിശേഷമാ ഇതിനെല്ലാം മാറ്റം വരുത്തിയത്. എവിടെ ഉയർത്താൻ പറ്റുന്ന ഒന്ന് സുവിശേഷമാണ്. കർത്താവിന് മഹത്വം. ആ സുവിശേഷത്താൽ ആകൃഷ്ടരായ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വഴിയാ നടക്കാൻ മേല, വിദ്യാഭ്യാസിക്കാൻ മേല, നേരും ചൊവ്വനും തുണി കൊടുക്കാൻ മേല, പന്തിക്ക് കയറി ഇരിക്കാനൊക്കത്തില്ല, എല്ലാ കല്യാണത്തിനും ചെല്ലാനൊക്കത്തില്ല, വിളിച്ചാൽ തന്നെ നമുക്ക് പോകാനൊക്കത്തില്ല, വഴിയെ നടക്കാനൊക്കത്തില്ല, സ്കൂളിൽ പോയി ഇരിക്കാനൊക്കത്തില്ല, സംസ്കൃതം മിണ്ടരുത് അല്ലേ, കൂലി ചോദിക്കാനൊക്കത്തില്ല, ചെല്ലുകൂലി കൊടുക്കും, കുടിയടപ്പ് അത് പിന്നീട് ക്രമീകരിച്ചു. എന്തെല്ലാം സ്ത്രീകൾക്ക് മാറമറയ്ക്കാനൊക്കത്തില്ല, സഹോദരിമാർക്ക് അന്നത്തെ കാലത്ത് ആഗ്രഹമുള്ളവർക്ക് ആഭരണം ധരിക്കാനൊക്കത്തില്ല, കല്ലുകൊണ്ടൊക്കെ മാല ഉണ്ടാക്കിക്കോണം. അതൊരു കാലമാണ്. അതിനെല്ലാം മാറ്റം വന്നത് സുവിശേഷം എത്തിയതാണ്. സ്തോത്രം. ആട്ടെ, നമുക്ക് എടുത്ത വാക്യത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പറയാം.
അപ്പോൾ 1-ാം അധ്യായത്തിൽ പക്ഷം പിടിക്കുന്ന വിഷയമാണ്. 2-ാം അധ്യായത്തിൽ ഉപദേശം കൈക്കൊള്ളുന്നില്ല. 3-ാം അധ്യായത്തിൽ അറിവ്, ഈ പക്ഷവും പിണക്കവും എല്ലാം ഇവരുടെ ഇടയിൽ. 4-ാം അധ്യായത്തിൽ അറിവ് ചീർപ്പിക്കുന്നു. 5-ാം അധ്യായത്തിൽ ജാതികളുടെ ഇടയിൽ പോലും ഇല്ലാത്ത നടപടിക്രമങ്ങൾ. 6-ാം അധ്യായത്തിൽ കേസും കോടതിയും വഴക്കും വ്യവഹാരവും. 7-ാം അധ്യായത്തിൽ കുടുംബ പ്രശ്നം, അതിന് പരിഹാരം. 8-ാം അധ്യായത്തിൽ വിഗ്രഹാർപ്പണം ഭക്ഷിക്കാമോ ഭക്ഷിക്കാൻ പാടില്ലയോ തർക്കം. 9-ൽ പൗലോസിൻ്റെ അപ്പോസ്തലത്വത്തെ ചോദ്യം ചെയ്യുന്നു. 10-ാം അധ്യായത്തിൽ അനേകർ പട്ടുപോയി. 11 തിരുമേശകളുടെ ഉപദേശം. 12 കൃപാവരങ്ങൾ അറിവില്ലാതിരിക്കരുത്. 13 അതിശ്രേഷ്ഠമായ വരം സ്നേഹം, ദൈവസ്നേഹം, എല്ലാം സഹിക്കുന്ന, ക്ഷമിക്കുന്ന, പൊറുക്കുന്ന ദൈവസ്നേഹം. 14-ാം അധ്യായത്തിൽ അന്യഭാഷാ പ്രവചനം, വ്യാഖ്യാനം, വിനിയോഗിക്കേണ്ട വിധം ഉചിതമായിട്ടും ക്രമമായിട്ടും. 15-ാം അധ്യായം വിശുദ്ധന്മാരുടെ രൂപാന്തരവും ഉയർപ്പും. 16-ാം അധ്യായം ആഴ്ചയിൽ ചരിതിച്ച് വെച്ചേച്ച് കൂടി വരുമ്പോൾ കൊണ്ടുവരണം. ദശാംശവും സ്വോത്രകാഴ്ച. അതെല്ലാവർക്കും വലിയ ഇഷ്ടമുള്ളതല്ല, അതുകൊണ്ടത് പറയുന്നില്ല. എന്തായാലും കൊള്ള ഓരോ അധ്യായത്തിലും ഓരോ വിഷയങ്ങളാണ്. അതൊന്നും ഇപ്പോൾ എടുക്കുന്നില്ല. നമ്മൾ 16-ാം അധ്യായത്തിൻ്റെ 22-ഉം 23-ഉമാണ് വായിച്ചത്. അതിൽ നിന്ന് ചില കാര്യം ചിന്തിക്കാം. വായിച്ചേ ഒന്നുകൂടെ. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് വരുന്നു. നമ്മുടെ കർത്താവ് വരുന്നു. ഒരിക്കൽ കൂടി കരമുയർത്ത് ദൈവത്തെ സ്തുതിച്ചാട്ട്. ലോകമാകെ ഇളകുന്നേ, രാജ്യം ഞെട്ടി വിറയ്ക്കുന്നേ. ലോകമാകെ ഇളകുന്നേ, രാജ്യം ഞെട്ടി വിറയ്ക്കുന്നേ. വിശുദ്ധ ജനങ്ങൾ നോടി നേരം തന്നെ ജനങ്ങൾ നോടി നേരം തന്നിൽ ഉയർന്നു, മണ്ണിൽ നിന്ന് ഉയരെ പോകും. ഓർത്തോ ധ്യാനിക്കുന്നോറും എന്നാശയേറി വരും. ഓർത്തോ ധ്യാനിക്കുന്നോറും എന്നാശയേറി വരും. വരുമേ തിരുവായി മൊഴിഞ്ഞവൻ അരുളിയപ്പോൾ വചനം നിറവേറ്റാൻ വന്നു സഭയിൽ ചേർക്കുവാൻ മഹിമയിലെടുപ്പാൻ കൊണ്ടുവരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ. കൊണ്ടുവരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ. സ്വർഗീയ നാടെന്നു കാണാം എന്റെ വീട്ടിലെന്നെത്താം. സ്വർഗീയ നാടെന്നു കാണാം എന്റെ വീട്ടിലെന്നെത്താം. നവയെരൂശലേം മഹിമ നിറഞ്ഞു ഇറങ്ങി വരും സമയമോർക്കുമ്പോൾ. മഹിമ നിറഞ്ഞു ഇറങ്ങി വരുന്ന സമയമോർക്കുമ്പോൾ സ്നേഹം വർദ്ധിച്ചിടുന്നേ, പ്രത്യാശയേറി വരുന്നേ. സ്നേഹം വർദ്ധിച്ചിടുന്നേ, പ്രത്യാശയേറി വരുന്നേ. വരുമേ തിരുവായി മൊഴിഞ്ഞവൻ അരുളിയപ്പോൾ വചനം നിറവേറ്റാൻ വന്ന് സഭയെ ചേർക്കുവാൻ. വേഗം മഹിമയിലെടുപ്പാൻ കൊണ്ടുവരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ. കൊണ്ടുവരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ. നമ്മുടെ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ കർത്താവ് വരുന്നു. അതെ, കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ, ശപിക്കപ്പെട്ടവൻ. ഈ ശാപം വരാൻ പല കാരണമുണ്ട്. അതിൽ പ്രഥമമായൊരു വിഷയം പറയാം. ഒരുവൻ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ അന്ന് വരെയുള്ള മുഴുവൻ പാപവും ശാപവും യേശു ക്ഷമിക്കും. മുഴുവൻ ക്ഷമിക്കും. സകല പാപങ്ങളും. അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ രക്തം. കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. അപ്പൊ ഈ ശാപം വരാൻ പല കാരണമാണ്. ഒരുവൻ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു കഴിയുമ്പോൾ അന്ന് വരെയുള്ള മുഴുവൻ ശാപവും പാപവും യേശു ക്ഷമിക്കും. സകല പാപങ്ങൾക്കും സകല ശാപങ്ങൾക്കും അറുതി വരുത്താനാ യേശു കാൽവറിയിൽ യാഗമായി തീർന്നത്. സ്തോത്രം. ആ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പിന്നെ ആ പഴയ ശാപവും പാപവും ഒന്നും കർത്താവ് ഓർക്കത്തില്ല, അതെല്ലാം ക്ഷമിക്കും. എന്നാൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതിന് ശേഷം വചനത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്നില്ലെങ്കിൽ വേറെ ശാപം ഉണ്ടാകും. അങ്ങനെയുണ്ട്. 1-2 വാക്യം ഞാൻ പറയാം, എടുത്തു വെച്ച് വായിച്ചു സഹായിക്കണം. വിവിധ ശാപങ്ങൾ എങ്ങനെ വരുന്നുണ്ട്. യെരമ്യാ പ്രവചനം 11-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യവും
പിന്നെ ഇരമ്യാവ് 17:5 പിന്നെ ഇരമ്യാവ് 48:10, പിന്നെ മലാഖി 3:9 വായിക്കണം. പിന്നീട് മത്തായി 25:41, 42, 43 വായിക്കണം. പിന്നെ പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14, 15, 16 വായിക്കണം. പിന്നെ ആവർത്തന പുസ്തകം 27 എടുത്ത് വെച്ചോണം. അവിടെ 12 ശാപമുണ്ട്. ഒക്കുന്നെങ്കിൽ ഞാൻ പറയാം. ആദ്യം ഇരമ്യാവ് 11:2 വായിരും. ഈ നിയമത്തിന്റെ വചനങ്ങളെ നിങ്ങൾ കേട്ട് ഈ നിയമത്തിന്റെ വചനങ്ങളെ നിങ്ങൾ കേട്ട് യഹൂദ പുരുഷന്മാരോടും യെരൂശലേം നിവാസികളോടും പ്രസ്താവിപ്പിൻ. അടുത്തത്, നീ അവരോട് പറയേണ്ടത് എന്തെന്നാൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഈ നിയമത്തിന്റെ വചനങ്ങളെ കേട്ട് അനുസരിക്കാത്ത മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. അപ്പൊ ശാപം വരാനുള്ള ഒന്നാമത്തെ കാരണം, ഈ നിയമത്തിന്റെ വചനങ്ങളെ കേട്ടാ പോരാ, അതനുസരിക്കണം. കേട്ടിട്ട് പോയാൽ പരിവക്കേടാ, അനുസരിച്ചാൽ അനുഗ്രഹമാ. അനുസരിച്ചില്ലേ ശാപം വരും. രക്ഷകയുടെ ദൂത് കേട്ടു, യേശു മാത്രം രക്ഷകൻ, യേശു ക്രിസ്തു രക്ഷിക്കുന്ന ദൈവം, യേശു ക്രിസ്തു നിന്നെ വിടുവിക്കും, യേശു പാപം മോചിക്കും, യേശു രോഗസൗഖ്യമാക്കും, യേശു ക്രിസ്തു സമാധാനം നൽകും. ആ ക്രിസ്തുവിന്റെ വചനം കേട്ട് അനുസരിച്ചില്ലെങ്കിൽ ശാപം വരുമെന്ന പുസ്തകം പഠിപ്പിക്കുന്നത്. എത്രയോ കൺവെൻഷൻ കൂടി, എത്രയോ കാത്തിരിപ്പിയോഗം കൂടി, വളരെ സന്തോഷമുണ്ട്. പക്ഷേ കേൾക്കുന്നതൊക്കെ അനുസരിച്ചില്ലേ ശാപം വരും. ഞാൻ വിവരിക്കുന്നില്ല, നിങ്ങൾ എന്നേക്കാൾ നന്നായിട്ട് ചിന്തിക്കാൻ കഴിവുള്ളവരല്ലേ. അപ്പോൾ ശാപം വരാനുള്ള ഒന്നാമത്തെ കാരണം, ഈ നിയമത്തിന്റെ വചനങ്ങൾ കേട്ട് അനുസരിച്ചില്ലെങ്കിൽ ശാപം വരും. 2, ശാപം വരാനുള്ള കാരണം മോളെ 17-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം ഇരമ്യാവ്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടു. കണ്ടോ, ശാപം വരാനുള്ള രണ്ടാമത്തെ കാരണം. ആ രണ്ടാമത്തെ വാക്യത്തിനകത്ത് 3 പോയിന്റ്. 1, ജഡത്തെ തന്റെ ഭുജമാക്കി മനുഷ്യനിൽ ആശ്രയിച്ച് ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുക. സ്തോത്രം. ഒറ്റവാക്കി പറയാം, നമ്മുടെ കരുത്തും സാമർഥ്യവും കൊണ്ട് ഇതൊക്കെ നേടിയെന്ന് ചിന്തിക്കുകയും പറയുകയും ചെയ്യരുത്. നാം ആകുന്നത് കൃപയാൽ. ഇന്ന് രാത്രിയിലും ഇവിടെ ആയുസ്സോടിരിക്കുന്നത് ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ്, നമ്മുടെ മിടുക്കല്ല. ചില സ്ത്രീകൾ ഇവിടെ ഈ ഏരിയയായി പറയുവാന്നിടത്തില്ല, തിരുവിതാംകൂറിലൊക്കെ നല്ല മിടുക്കി സ്ത്രീകൾ ചിലപ്പോൾ ഇങ്ങനെ പറയും, എൻ്റെ പാസ്റ്റേന്നും വിളിക്കല, പക്ഷേ ഞാനൊരാളുള്ളത് കൊണ്ടാണ് ഈ വീടിങ്ങനെ ശാപം വലിച്ചു വെക്കുക. തിരിച്ചു പറ, എൻ്റെ പാസ്റ്ററെ, എൻ്റെ ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. ജഡത്തെ ഭുജമാകരുത്. മനസ്സിലായോ? ചില സഹോദരന്മാരെ പറ്റി പറയില്ല, ആ അച്ചായനുള്ളത് കൊണ്ട് ആ സഭ ഇങ്ങനെ. ഇവിടെ സഭ കർത്താവിൻ്റെ അല്ലേ, അച്ചാൻ്റെ ആണോ? ദൈവത്തിൻ്റെ കരുണയാണ്. നമ്മുടെ മിടുക്കല്ല, നമ്മുടെ കഴിവല്ല, ദൈവത്തിൻ്റെ കരുണയാണ്. നിന്നേക്കാൾ മിടുക്കന്മാർ മാറ്റപ്പെട്ടു, ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ് ഇവിടെ നീ ഇരിക്കുന്നത്. നിന്നേക്കാൾ കഴിവുള്ളവരൊക്കെ ലോകം വിട്ടുപോയി. നാം ഇവിടെ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുക, ദൈവത്തിന് സ്തോത്രം ചെയ്യും. ചെല്ലി പറയത്തില്ല, ആ പാസ്റ്റ് ഉള്ളത് കൊണ്ട് ആ സഭ അങ്ങനെ. ദൈവത്തിൻ്റെ കരുണയല്ലേ. ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറിയാൽ ശാപമുണ്ടാകും. മനുഷ്യനിൽ ആശ്രയിച്ചു നമുക്ക് ആശ്രയിപ്പാനും ആശ്വസിക്കാനും പറ്റിയത് യേശുവില്ല. ശാപം വരുന്ന കാര്യമാണ്, ഞാൻ അധികം വിവരിക്കുന്നില്ല. ഇനി 3 ശാപം വരാനുള്ള കാരണം അതെല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. വിശേഷിച്ച് ഉപദേശിമാർ. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കുക കേട്ടോ, എന്നെയും കൂടെ പ്രതിക്കൂട്ടിലാക്കുക. ഞാനും പ്രതിയാണ്. ഞാൻ ആദ്യത്തെ പ്രതി. ആ പാപികളിൽ ഒന്നാമൻ ഞാനെന്ന് പൗലോസ് പറഞ്ഞ പോലെ ഈ പ്രതിയിൽ ഒന്നാമൻ ഞാനാണ്. അതുകൊണ്ട് എല്ലാവരും ഉപദേശിമാരെല്ലാം കേട്ടോണം. ഇരമ്യാവ് 48:10 വായിര്. ശാപം വരാനുള്ള കാരണം. എൻ്റെ കൊച്ചെ വായിക്കൂ. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ, യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. കണ്ടോ, കർത്താവിന്റെ വേല അലസമായി ഉദാസീനതയോടെ ചെയ്ത ശാപമാണ്.
ഒരൊറ്റ സ്തോത്രമേ പറഞ്ഞോളെങ്കിൽ നല്ല വൃത്തിയായിട്ട് സ്തോത്രം പറഞ്ഞോളൂ. സ്തോത്രം അല്ലാതെ അവിടെ ഇരുന്ന് വിസിലടിക്കരുത്. ചില ഉപദേശമാരുണ്ട്, എല്ലാവരും കൊണ്ട് സ്തോത്രം പറയിപ്പിക്കും, ഇവർ മിണ്ടുകയല്ല. ആളുകൾ ചേറി ഇരിക്കുക. ഞാൻ സെൻട്രൽ പാസ്റ്റ, സെക്ഷന്റെ ആളാ, കുന്തക്കോടാലിയ, ഞാനാണ്. ഞാൻ ദൈവത്തെ സ്തുതിച്ചോണം സകലയെണ്ണോ. ആളുകളെ ചിരിക്കരുത്. ഞാൻ വലിയ പാസ്റ്റ, ഞാൻ ദീർഘവർഷങ്ങളായിട്ട് വേലയുടെ മുഖത്ത ഏത് സ്ഥലമാണെന്ന് ഇതുവരെ പിടികിട്ടിയില്ല. സകല എണ്ണം ദൈവത്തെ ആരാധിക്കണം. ബാലന്മാരും വൃദ്ധന്മാരും യുവതികളും യുവാക്കളും ചെറിയവനും വലിയവനും പണ്ഡിതനും പാമരനും കുചേലനും കുബേരനും അവൻ സകല എണ്ണവും ദൈവത്തെ സ്തുതിക്കണം. ബാലന്മാർ വൃദ്ധന്മാർ യുവതികൾ യുവാക്കന്മാരും, ബാലന്മാർ വൃദ്ധന്മാർ യുവതികൾ യുവാക്കന്മാരും, തപ്പുകൾ കിന്നരം കൈത്താളമേളത്ത തപ്പുകൾ കിന്നരം കൈത്താളമേളത്ത വാഴ്ത്തിയിടട്ടെ. മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന്, മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന്. മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യൻ, മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യനല്ല നാളും. ദൈവത്തെ മഹത്വപ്പെടുത്തണം. യഹോവയുടെ പ്രവൃത്തി ഉദാസന്നതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനാ. ഒറ്റ പ്രാവശ്യമേ കൈയടിച്ചോളൂ. ഉറക്ക കൈയടിക്കണം, തൂത്തിരിക്കരുത്. ഇന്നാളെടുത്ത് ഞാൻ യോഗത്തിന് എന്നെ പെരുകിയ ചിലത് ഈ പാസ്റ്റർമാർ മൂത്ത് കഴിഞ്ഞാൽ പിന്നെ സ്തോത്രം പറയത്തില്ല, പറയിപ്പിക്കും. സ്തുതിച്ചാട്ടെ ഒരിക്കൽ കൂടെ ശക്തിയോടെ അടിക്കുന്നതിൻ്റെ പണ്ടം കീറും ദൈവം. സകല എണ്ണവും ദൈവത്തെ ആരാധിച്ചോണം. പാട്ടുകാരും ദൈവത്തെ ആരാധിച്ചോണം. പ്രസംഗിക്കുന്ന ഞാനും ദൈവത്തെ ആരാധിക്കണം. കേൾക്കുന്ന നിങ്ങളും ദൈവത്തെ ആരാധിക്കണം. ആരാധനയ്ക്ക് യോഗ്യൻ യേശു ക്രിസ്തുവാണ്. അവൻ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. ആരെ ആരാധിക്കണം? യേശുവിനെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്. ആരാണ് ആരാധിക്കേണ്ടത്? വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ആരാധിക്കണം. അവൻ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. അവൻ യോഗ്യനാണ്, ശ്രേഷ്ഠനാണ്, ഉന്നതനാണ്, മഹിമയുള്ളവനാ, മഹത്വമുള്ളവനാ. അവനെ മാത്രം ആരാധിക്കണം. ഹല്ലേലൂയ. കർത്താവിന്റെ വേല ഉദാസന്നതയോടെ ചെയ്താൽ ശാപം ഉണ്ടാകുമെന്ന്. ചുമ്മാ ഉപദേശിക്കാനും പറഞ്ഞ് ഇറങ്ങരുത്. ദൈവം വിളിച്ചെന്നും പറഞ്ഞ് ചുമ്മാ ഇറങ്ങരുത്. ഇറങ്ങുക തന്നെ നല്ല ചാടിയാടാന്ന് നിന്നോണം. എല്ലാവരും അങ്ങ് ഇറങ്ങുക വേലയ്ക്ക്. ഭാഷ ഭാഷ നല്ലതാ. എല്ലാവരും വേല ചെയ്യണം. നല്ല ചാടിയാടാന്ന് നിന്നോണം. ഉഴപ്പരുതെന്നായി പറഞ്ഞത്. ഒരു ലഘുലേഖ കൊടുത്താലും നല്ല ചടലതയോട് കൊടുക്കണം. അങ്ങനല്ലേ കൊടുക്കണ്ടേ? ലഘുലേഖ ഇത് ഒരു പേപ്പർ ഇങ്ങോട്ട് വന്ന് ലഘുലേഖയായിട്ട് മുക്കിന് പോയി നിൽക്കുക. ഞാൻ ചോദിച്ചു എന്നാ പിന്നൊരാളോ അവനെ ചോദിച്ചു ഏതാ? നല്ല ചടലത് കൊടുക്കണം. ഒത്തിരി പേർക്ക് കൊടുത്തില്ലെങ്കിലും ഒന്നേ കൊടുത്തോളെങ്കിലും ബ്രദറെ എന്നാ. അവൻ ചോദിക്കുക എന്തുവാ? ഇതൊരു ലഘുലേഖയാ എന്ന് പറഞ്ഞാൽ എന്നാ? യേശുവിൻ്റെ സുവിശേഷമാണ്. ഇത് വായിക്കണം. യേശു പാപം മോചിക്കും, യേശു രോഗസൗഖ്യമാക്കും, യേശു സമാധാനം. ഇത്രയും പറഞ്ഞാൽ മതി. അത്രയും പറഞ്ഞാൽ മതി. അവൻ ടൈമായെങ്കിൽ അവൻ വന്നോളും. അവൻ്റെ അകത്ത് കയറിക്കോളും. നീ അവിടെ ഒന്ന് തിയോളജി, ബ്രദറിന് ന്യൂമറ്റോളജി അറിയാമോ? ബ്രദറിന് ആന്ത്രോപോളജി അറിയാമോ? എൻസിലോളജി. പിന്നെ റോഡിന് പണിയെടുക്കുന്ന തമ്പിയോടാ എൻസിലോളജി. അവന് മെറ്റലിൻ്റെ കണക്കറിയാൻ വേണേ. ഇടി ഒത്തിരി വകുപ്പൊന്നും ഇറക്കണ്ടെന്ന്. യേശു സമാധാനം നൽകും. യേശു നിന്റെ വിഷയങ്ങൾക്ക് പരിഹാരം നൽകും. നിന്റെ രോഗത്തെ അവൻ സൗഖ്യമാക്കും. നിന്റെ കുടുംബത്തിന് അവൻ സമാധാനം നൽകും.
അവൻ മാത്രം ഏക ദൈവം. അവനെ ഉദാസനതയോടെ ചെയ്യരുത്, നല്ല ശക്തിയോടെ ചെയ്യണം. അതിന് നീതിസാരത്തിൽ കൊടുത്തിരിക്കുന്നത് ഈ സിംഹത്തെ കണ്ട് പഠിക്കണമെന്ന. സിംഹത്തെ കണ്ട് ഒത്തിരി പഠിക്കാനുണ്ട്. മൃഗജാതി പറവജാതിയൊക്കെ കൊണ്ട് ഒത്തിരി പഠിക്കാനുണ്ട്. കോഴിയെ കണ്ട് പഠിക്കാനുണ്ട്, സിംഹത്തെ കണ്ട് പഠിക്കാനുണ്ട്, പട്ടിയെ കണ്ട് പഠിക്കണം, ഒത്തിരി ഉണ്ട്. നല്ല പഠിത്തം, അത് നല്ല രീതിയിലാണ്. നീതിസാരത്തിൽ എനിക്ക് ചൊല്ലാനൊന്നും നേരെയില്ല. സിംഹത്തെ കണ്ട് പഠിക്കേണ്ട ഒരു കാര്യം ഒത്തിരി ഉണ്ട്. ഒരു കാര്യം, എന്ത് ചെയ്താലും ശക്തിയോടെ ചെയ്യും. അതാ സിംഹം. എന്ത് ചെയ്താലും ശക്തി. എലിയെ പിടിക്കാൻ പോയാലും പുലിയെ പിടിക്കാൻ പോയാലും ശക്തിയോടെ. അതിനെ എലിയാന്നെ അങ്ങനല്ല, അതന്നെ പുലി. എലിയെ പിടിക്കാൻ പോയാലും പുലിയെ പിടിക്കാൻ പോലും ശക്തി. കാരണം സിംഹമാണ്. നീ ഒരു ദൈവ പൈതല. കാട്ടുപോത്തിന് തുല്യമായ ബലമാണ് നിന്റെ മേൽ പകരുന്നത്. നാം ആരാധിക്കുന്ന ആളാരാന്നോടെ മനസ്സിലാക്കണം. യഹൂദാ ഗോത്രത്തിന്റെ സിംഹമാണ്. ആ സിംഹമാകുന്ന യഹൂദാ ഗോത്രത്തിന്റെ സിംഹത്തെ ആരാധിക്കുന്ന സേവിക്കുന്ന നീ ശക്തിയോടെ നിന്നോണം. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി നമ്മൾ ഈ സഹജീവികളിൽ നിന്ന് അല്ലെ മറ്റ് മൃഗജാതിയിൽ നിന്നൊക്കെ ഒത്തിരി പഠിക്കണ്ടേ. കാക്കയെന്ന് പഠിക്കാനില്ലയോ? ഇല്ലേ? അതുകൊണ്ടല്ലേ പിന്നെ യോബിന്റെ പുസ്തകത്തിൽ മൃഗങ്ങളോട് ചോദിക്കുക, അവ തന്നെ ഉപദേശിക്കും. പക്ഷികളോട് ചോദിക്കുക, അവ തന്നെ പറഞ്ഞു തരും. അല്ല ഭൂമിയോട് സംഭാഷിക്കുക, അത് തന്നെ ഉപദേശിക്കും. സമുദ്രത്തെ മത്സ്യം നിന്നോട് വിവരിക്കുമെന്ന് എടുത്തിട്ടുണ്ടല്ലോ. കാക്കയെന്ന് പഠിക്കണം. കാക്ക എപ്പോഴും നല്ല ശ്രദ്ധയോടിരിക്കുന്നൊരു പക്ഷിയാണ്. എപ്പോഴും ശ്രദ്ധയാണ്, ഇല്ലേ? കാക്ക എങ്ങനെയല്ല ഇരിക്കുന്നത്? ഇതൊരു കസാര കയറുന്ന അനങ്ങുകയല്ല, തൂങ്ങി ചെത്ത പോലെ ഇരിക്കുക. ഒരു ശ്രദ്ധയില്ല. കാക്കയെ കണ്ട് പഠിക്കണ്ടേ? നല്ല ശ്രദ്ധയല്ലേ? പിന്നെ കാക്കയുടെ വേറൊരു ഗുണമുണ്ട്, ഒരുത്തനും വിശ്വാസമില്ല. കാക്കയ്ക്ക് ഒരുത്തര് നമ്മൾ ചുമ്മാ ചൊറിഞ്ഞപ്പം നമ്മൾ കുഞ്ഞോണ്ട കാക്ക പറക്കും. നമ്മൾ കാലി പറഞ്ഞപ്പോൾ കുഞ്ഞ കാക്ക പറക്കുന്ന ഇവൻ നമ്മളെ കാക്കക്കാരൻ. പിന്നെ കാക്കയുടെ ഒരു വേറൊരു പ്രകൃതി ഉണ്ട്. ഏത് പൊന്ന് മോൻ്റെ കയ്യിൽ അപ്പം ഇരുന്നാലും തട്ടിപ്പറിക്കും. അയ്യോ, ഞങ്ങളുടെ എം എൽ എയുടെ കയ്യിൽ അപ്പം ഇരിക്കുന്നത്. എം എൽ എ വല്ലതും കാക്കയ്ക്ക് വിജയമാണ്. അപ്പായിട്ട് എന്ന് പറഞ്ഞാൽ ആരോടും സുവിശേഷം പറയണമെന്ന്. എം എൽ എ വന്നു, എം പി വന്നു, മന്ത്രി വന്നു, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്നു, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വന്നു, അവരെയൊക്കെ ബഹുമാനിച്ചോണം. പക്ഷെ അവരോടെല്ലാം അവസരം കിട്ടിയ സുവിശേഷം പറഞ്ഞോണം. ഇത് കാക്കയെന്ന് പഠിക്കേണ്ട കാര്യമാണ്. അവസരം കിട്ടിയാൽ പറയും. ഈ പൗലോസ് പറഞ്ഞ പോലെ ചങ്ങലയൊഴികെ മുഴുവൻ ആൾക്കാരും എന്നെ പോലെ ആകണം. ഇതെല്ലാം ഇതിന് പഠിക്കേണ്ട ഒത്തിരി കാര്യമുണ്ട്. നായിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട്. നായിൽ നിന്ന് എത്ര ഉറക്കമാണെങ്കിലും ശ്രദ്ധയാ, അല്ലേ? വാലുമൊക്കെ ചുരുട്ടി ഇങ്ങനെ കിടക്കുന്നെങ്കിലും എന്നാലും എഴുന്നേക്കും. ഇത് തണുത്ത വെള്ളം കോരി ഒഴിച്ച് കുളിപ്പിച്ചാൽ പോലും എഴുന്നേക്കുകയല്ല. ഗാഠനിദ്ര. നായ്ക്ക് അങ്ങനല്ല. രണ്ട്, യജമാന സ്നേഹം. യജമാനൻ ഗേറ്റ് തുറന്ന് വഹന്നാരം, അല്ലേ? നായിന്ന് പഠിക്കേണ്ട വേറൊരു ഗുണമുണ്ട്. എല്ലാം ഞാൻ പറയാൻ നേരമില്ല. കുറച്ച് കൊടുത്താലും കൂടുതൽ കൊടുത്താലും പുള്ളിക്ക് തൃപ്തിയാണ്. ശ്രദ്ധിച്ചിട്ടില്ലേ? ഇന്ന് 2 കിലോ ചോറയുള്ള നായിക്ക് ഒരിറച്ചിയുടെ കഷണം അത് കഴിച്ചു പുള്ളി വാലാട്ടി തൃപ്തിയോടാണ് നിൽക്കുന്നത്. പിറ്റേ ഇച്ചിരി കൂടുതൽ കൊടുത്തിട്ട് 5 കഷണം ഇറച്ചിയും ഒരു 2 പ്ലേറ്റ് ചോറും കൊടുത്ത് അതും തൃപ്തിയാണ്. കുറച്ച് കിട്ടിയാലും കൂടുതൽ കിട്ടിയാലും ഇതുപോലെ ആയിരിക്കണം ദൈവ പൈതൽ. കുറച്ചേ ഉള്ളെങ്കിലും കൂടുതലേ ഉള്ളെങ്കിലും തൃപ്തരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഉദാസനതയോടെ വേല ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനാ. കർത്താവിൻ്റെ വേല നല്ല ധൈര്യത്തോടെ തീക്ഷണതയോടെ ചെയ്തോണം. ആട്ടെ, ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ. ശാപം വരാൻ ഒത്തിരി കാര്യമുണ്ട്. ഒരു കാര്യം കൂടെ പറയാൻ, അല്ലാതെ എല്ലാം പറയാൻ നേരമില്ല. മോളെ, ആവർത്തന പുസ്തകം 27-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം ഒന്ന് വായിച്ചേ. 15-ഉം 16 അവിടെ മാതാപിതാക്കളുടെ കാര്യം പറഞ്ഞിട്ട് അത് വായിച്ചാൽ മതി. 16ആണോ? അപ്പനെയോ അമ്മയെയും നിന്ദിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. കണ്ടോ? അപ്പനെ അമ്മയെ നിന്ദിക്കുന്നവൻ. ഇങ്ങോട്ട് വായിക്കേ. അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുത്തില്ലേ ശാപം വരുമെന്ന്.
മനസ്സിലായോ? മാതാപിതാക്കളെ അന്വേഷിക്കണമെന്ന്. അപ്പനെ അമ്മയും വൃദ്ധസദനത്തിൽ ഇട്ടേച്ച് വൃദ്ധസദനത്തില്ല, അവര് ആരുമില്ല, അനാഥശാലയില്ല. അപ്പനും അമ്മയും എവിടെ പോവാ? ഇനി 5:30 കുർബാന. 5:30 കുർബാന. അയ്യോ, പിന്നെ അപ്പനും അമ്മ എവിടെ? അവര് വൃദ്ധസദനത്തിലുണ്ട്. അമ്മാമ്മ എവിടെ പോവാ? അയ്യോ, ഫാസ്റ്റിംഗ് പ്രയർ 21 days. അമ്മ എവിടെ? അമ്മ വൃദ്ധസദനത്തിലുണ്ട്. ഓ, തള്ളേനെ ഇനി നോക്കാനൊന്നും. മനസ്സിലാകുന്നുണ്ടോ? ഫാസ്റ്റിംഗ് പ്രയർ. തിരുവല്ല എന്നൊരു പാസ്റ്റർ വരുന്നുണ്ട്, വിടുതലിൻ്റെ ശുശ്രൂഷ. അവൻ പടലിട്ട് വെട്ടിക്കുന്നതാണോ വിടുതല്? തള്ള അവിടെ കിടന്ന് തീ തിന്നുക. സ്ത്രീ തന്നെ അങ്ങോട്ട് പോകുന്നു, ഞാൻ മലയ്ക്ക് പോവുക. അപ്പനും അമ്മ എന്ത് ചെയ്യാ? ഓ, അത് നോക്കിയിട്ടൊന്നും കെട്ടും കെട്ടി പോവുക. എന്തിനിങ്ങനെ പോകുന്നു? എവിടെ പോവാ? ഞാൻ മക്കയ്ക്കാ പോകുന്നത്. അപ്പനും അമ്മയോ? ക്രിസ്ത്യാനിയാന്നേലും അക്രൈസ്തവനാന്നേലും നിരീശ്വരവാദിയാന്നേലും പെന്തിക്കോസ് ആന്നേലും സമുദായക്കാരനാന്നേലും മുസ്ലിം സഹോദരനാന്നേലും ആരാന്നേലും മാതാപിതാക്കളെ അന്വേഷിച്ചോണം. വേണ്ടേ? 10 മാസം നൊന്ത് വേദനിച്ച അമ്മ വേദനിക്കരുത്, നിന്നെ ജനിപ്പിച്ച അപ്പൻ വേദനിക്കരുത്. ഉള്ള സാഹചര്യത്തിൽ അവരെ ശുശ്രൂഷിക്കണം. അപ്പനെ അമ്മയെ അന്വേഷിച്ചില്ലെങ്കിൽ ശാപം ഉണ്ടാകും. അത് പ്രാർത്ഥിച്ചാലൊന്നും മാറത്തില്ല. ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയാലും മാറുകയില്ല. ശാപം മുറിക്കുന്നൊരു പാസ്റ്റർ, പുള്ളി ഒരുമാതിരിപ്പെട്ട ശാപമല്ല. അവൻ ചപിക്കപ്പെട്ടവൻ, അവൻ തള്ളയ്ക്ക് വെള്ളം കൊടുക്കാതെ ഇവിടെ വന്നതെല്ലാം കൂടെ മുറിക്കുന്നത്. അവൻ്റെ ചരിത്രം അവിടെ ചെന്ന് അന്വേഷിക്കണം. ഇവൻ തന്തയ്ക്കും തള്ളയ്ക്കും വെള്ളം കൊടുത്തവനാണെന്നോന്ന്. അവനാ ഇവിടെ വന്ന് ഇതിൻ്റെ കാക്ക മോളി വന്ന് മുറിക്കുക. മനസ്സിലാകുന്നുണ്ടോ? മാതാപിതാക്കളെ ശുശ്രൂഷിച്ചോണം. അപ്പനെ അമ്മയും ബഹുമാനിക്കണം. നിന്റെ അപ്പനെ അമ്മയും വേദനിപ്പിക്കരുത്. അവരെ വൃദ്ധസദനത്തിൽ അയക്കരുത്. മനസ്സിലായോ? ഈ ചില സഹോദരന്മാർക്ക് ഞാനങ്ങ് പറയാം, അല്ലെങ്കിൽ ഇന്നോടല്ലേ ഉള്ളൂ. ഈ ചില സഹോദരന്മാർക്ക് അപ്പനെ അമ്മയും അന്വേഷിക്കണമെന്ന് നോക്കണമെന്നുണ്ട്. എവളുമാര് സമ്മതിക്കുകയല്ല. അതിനതിന് അവനിരുന്ന് തീ തിന്നുക. എത്ര എണ്ണമായിപ്പോൾ ഇതിനകത്തിരുന്ന് തീ തിന്നുന്നേ. ഇപ്പം അവർ പറയാ, എടുത്ത വാക്യമൊന്നും പറഞ്ഞിട്ട് ഇത് തന്നെ പറഞ്ഞാൽ മതി. അവളും വന്നിട്ടുണ്ട്, എനിക്കോ പറയാനൊക്കത്തില്ല. പാസ്റ്റ് പറയുകയാണെങ്കിൽ ചിലപ്പം ഒത്തന്ന് വരും. ഞാൻ എന്നാളെന്ന് പറഞ്ഞാൽ അവളൊരു തേമ്പി എൻ്റെ താടി തെന്നിപ്പോയി. നീ എന്നെ എങ്ങാനും തേമ്പാൻ വന്ന ഒരമ്മ മാത്രം വരുന്നത് എനിക്ക് പിന്താങ്ങുന്നുണ്ട്. സ്വോത്രം പറഞ്ഞ് ദൈവം അനുഗ്രഹിക്കട്ടെ. അമ്മായിയമ്മയെ നോക്കിയതാണോ? ഈ ഗ്ലോറിയും കാൽവറിയൊക്കെ പറയുന്നത് ആന്നോ? അല്ലേലിയാ പിന്നെ പറയാം, മുട്ട് നിൽക്കുക. അപ്പനെ അമ്മ അന്വേഷിച്ചതാന്നോന്ന് ആന്നോ? എന്നാ ദൈവം അനുഗ്രഹിക്കട്ടെ. നിന്റെ അപ്പനെ അമ്മയെ നിന്ദിക്കരുത്. ദൈവം നിന്നെ അനുഗ്രഹിക്കും. പുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നത്, നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാൻ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. മാതാപിതാക്കളെ അന്വേഷിച്ചാൽ നിനക്ക് നിന്റെ സന്തതിക്ക് ഒരു ദോഷവും വരികയില്ല. പുസ്തകം പഠിപ്പിക്കുന്നത്, യഹോവ ഒരു ദോഷവും തട്ടാനവണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്ന് മുതൽ നീക്ക് പരിപാലിക്കും. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്ക് പേടിപ്പാനില്ല. എന്നെ അനുഗ്രഹിക്കുന്നൊരു ദൈവമുണ്ട്. ഇടയ്ക്ക് ഞാൻ ശാപത്തിൻ്റെ ചില കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ പ്രസംഗം കേൾക്കുന്ന ആർക്കും ശാപം ഉണ്ടാകരുത്. എല്ലാവരും അനുഗ്രഹിക്കപ്പെടണം. അതിനാണ് ഞാനിത് മുന്നമേ പറഞ്ഞ് എടുത്ത വാക്യത്തോട് നമുക്ക് കൂറ് പുലർത്തി ചില കാര്യങ്ങൾ നിശ്ചയിക്കപ്പെട്ട സമയത്ത് നമുക്ക് നിർത്താം. ബഹുമാനപ്പെട്ട വിക്ടർ ഫിലിപ്പ് അവർകൾ സമയം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ കൃത്യസമയത്ത് ഞാൻ യോഗം നിർത്തുകയും ചെയ്യും. നമ്മുടെ വിഷയം, കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവനും. അതുകൊണ്ട് ഇന്ന് രാത്രി ഒരു ചെറിയ ചിന്ത, എന്തുകൊണ്ടാണ് നമ്മൾ ഈ കർത്താവിനെ സ്നേഹിക്കേണ്ടത്? എന്താ സ്നേഹിക്കാനുള്ള കാരണം?
അതാ ഇന്ന് രാത്രി ചിന്തിക്കുന്നത്. കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. എന്തുകൊണ്ടാണ് കർത്താവിനെ നമ്മൾ സ്നേഹിക്കണമെന്ന് പറയാൻ കാരണം? അതിലൊന്ന്, ആ 22-ാം വാക്യം തന്നെ ഒന്ന് വായിച്ചോ. കർത്താവിനെ സ്നേഹിക്കേണ്ടതിന്റെ കാരണം. കർത്താവിനെ സ്നേഹിക്കാത്തവനേവനും ശപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് വരുന്നു. കർത്താവിന് മഹത്വം. കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ, നമ്മുടെ കർത്താവ് വരുന്നു. അപ്പൊ കർത്താവിനെ സ്നേഹിക്കണം. എന്തുകൊണ്ടാണ് നമ്മൾ കർത്താവിനെ സ്നേഹിക്കേണ്ടത്? അതിലൊന്നാമത്തെ പോയിന്റ്, യേശു കർത്താവാകയാൽ അവനെ സ്നേഹിക്കുന്നത്. യേശു ക്രിസ്തു കർത്താവാണ്. കർത്താവ് എന്ന് പറഞ്ഞാൽ കർത്തൃത്വം നടത്തുന്നവൻ, നിയന്ത്രിക്കുന്നവൻ, അധികാരമുള്ളവൻ. സ്തോത്രം. ഒരുവനേ ഉള്ളൂ, നസറയനാകുന്ന യേശു ക്രിസ്തു. യേശു ക്രിസ്തു മാത്രമാണ് കർത്താവ്. കർത്താക്കന്മാരൊക്കെ ഒത്തിരിയുണ്ട്, നേതാക്കന്മാരൊത്തിരിയുണ്ട്, മിടുക്കന്മാരൊക്കെ ഒത്തിരിയുണ്ട്. കർത്താവ് ഒരുവനേ ഉള്ളൂ. അണ്ടാ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം ഒന്നെടുത്ത്, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം തന്നെ അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 7 വരെയുള്ള വാക്യം വായിച്ചേ. വിഗ്രഹാർപ്പിതങ്ങളെ തിന്നുന്നതിനെ കുറിച്ചോ, ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല എന്നും ഏകദൈവമല്ലാതെ ദൈവമില്ല എന്നും നാം അറിയുന്നു. പല ദേവന്മാരും പല കർത്താക്കന്മാരും ഉണ്ട്. പല ദേവന്മാരും കർത്താക്കന്മാരും ഉണ്ടെടുത്തത്. എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്ന് പേരുള്ളവൻ ഉണ്ടെന്ന് വരികിലും പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ. അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു. യേശുക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. കണ്ടോ? കർത്താവിനെ സ്നേഹിക്കാത്ത ഏവന് ശപിക്കപ്പെട്ടവൻ. കർത്താവിനെ സ്നേഹിക്കണം. കാരണം ഒന്ന്, അവൻ കർത്താവാണ്. കർത്താവ് എന്ന് പറഞ്ഞാൽ കർത്തൃത്വം നടത്തുന്നവൻ, കർത്തൃത്വം നടത്താൻ കഴിവുള്ളവൻ. യേശുക്രിസ്തു മാത്രം. യേശുക്രിസ്തു എന്ന ഏക കർത്താവേ നമുക്കുള്ളൂ. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 5 വായിച്ചേ മോളെ. എഫേസ്യ ലേഖനം 4-ന്റെ 5. വേഗത്തിൽ. സ്നാനം ഒന്ന്. ഒന്നുകൂടെ വായിച്ചോ. കർത്താവ് ഒരുവൻ. മതി. കർത്താവ് ഒരുവൻ. കണ്ടോ? അപ്പൊ യേശുക്രിസ്തുവിനെ സ്നേഹിക്കണം. അതിന്റെ കാരണം യേശുക്രിസ്തു കർത്താവ്. കർത്താവ് ഒരുവനേ ഉള്ളു. കർത്താക്കന്മാരൊത്തിരി ഉണ്ട്. ഒരു കൂട്ടുവേലക്കാരൻ ഉണ്ടായിരുന്നു, പ്രൈസ് കർത്താന. അത് കർത്തയാ, കർത്താവല്ല അല്ലേ? മാധവ കർത്തയാ, കർത്താവല്ല. കർത്താവ് ഒരുവനേ ഉള്ളൂ. അത് നസറയനാകുന്ന യേശു. ആ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കണം. കർത്താവിനെ സ്നേഹിക്കാത്ത ഏവന് ശപിക്കപ്പെട്ടവന്. അപ്പൊ എന്തു കഴിഞ്ഞ് ഈ കർത്താവിനെ സ്നേഹിക്കാനുള്ള കാരണം എന്നാ? യേശു ക്രിസ്തു മാത്രം കർത്താവ്. കർത്താവിനെ സ്നേഹിക്കാനുള്ള കാരണം ഒന്ന്, അവിടുന്ന് ദൈവമാണ്. അതുകൊണ്ടാണ് കർത്താവാന്ന് പറയാൻ കാരണം. കർത്താവാന്ന് പറയാൻ കാരണം അവിടുന്ന് ദൈവമാണ്. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ച. എബ്രായ ലേഖനം 1-ന്റെ 7. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു എന്ന് ദൂതന്മാരെ കുറിച്ച് പറയുന്നു. പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കും എന്നും എന്നേക്കുമുള്ളത് നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ, നേരുള്ള ചെങ്കോൽ. കണ്ടോ? അവിടെ വായിക്കുകയാണ്. ആ പദം നിങ്ങൾ ശ്രദ്ധിച്ചോ. പുത്രനോടോ, അടുത്ത പദമാ, ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്. അപ്പോൾ കർത്താവിനെ സ്നേഹിക്കേണ്ടതിന്റെ കാരണം ഒന്ന്, അവൻ കർത്താവാകാൻ കാരണം അവിടുന്ന് ദൈവമാണ്. അതുകൊണ്ട് അവിടുത്തെ സ്നേഹിച്ചോണം. സകലവും സൃഷ്ടിച്ച് നിർമ്മിച്ച് ചമച്ച് പടച്ച ദൈവം യേശു ക്രിസ്തു മാത്രമല്ല, അവൻ സ്രഷ്ടാവാണ്. ആ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 8-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിച്ചേ. 8-ന്റെ 6. 1 അവിടുന്ന് ദൈവമാണ്, 2 അവിടുന്ന് സ്രഷ്ടാവാണ്. പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ. അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു. യേശുക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. അവൻ മുഖാന്തരം സകലവും അവൻ മുഖാന്തരം നാമുമാകുന്നു. എന്നാൽ അവൻ മുഖാന്തരം സകലവും അവൻ മുഖാന്തരം നാമുമാകുന്നു. എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല. അപ്പൊ യേശുക്രിസ്തുവിനെ സ്നേഹിക്കണം.
കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനെ ശപിക്കപ്പെട്ടവൻ. അതിനൊന്ന്, അവൻ കർത്താവ എന്ന് പറഞ്ഞ കർത്തൃത്വം നടത്തുന്നവന്. കർത്തൃത്വം നടത്തുന്ന പറഞ്ഞാൽ അതിൻ്റെ ചെറിയ പോയിന്റാണ് പറഞ്ഞത്. ഒന്ന്, അവിടുന്ന് ദൈവമാണ്. രണ്ട്, അവിടുന്ന് സ്രഷ്ടാവാണ്. അതുകൊണ്ടായി കർത്താവിനെ സ്നേഹിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ സകല ചരാചരങ്ങളെ അണ്ടകടാകത്തെ നിർമ്മിച്ചവൻ സർവശക്തനായ ദൈവമാണ്. ഈ കാണുന്ന സകല ചരാചരങ്ങളെ ഭൂചര കേചര വസ്തുക്കളെ എല്ലാം സൃഷ്ടിച്ചവൻ ദൈവമാണ്. ഞാൻ എല്ലായിടത്തും ചൊല്ലുന്ന ഒരു കാര്യം ഇവിടെ അങ്ങ് ചൊല്ലുക, എനിക്കിഷ്ടമാ ഭാഗം, അതുകൊണ്ടാണ് കൂടെ അങ്ങ് ചൊല്ലുന്നത്. സകല ലോകങ്ങൾക്കും അധികാരണം ഇവൻ, അവന് സൃഷ്ടാവാണ്. ഹൈന്ദവ പുരാണം പഠിക്കുമ്പോൾ ഈ 14 ലോകമുണ്ടെന്നാ. ആയിക്കോട്ടെ, എനിക്കെതിരില്ല, എത്രയുണ്ടേലും സകല ലോകങ്ങൾക്കും അധികാരണം ഇവൻ, സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ, സകല ദേവവൃന്ദ വന്നത് പതാംബുജൻ, സകല നിഷ്കലത്വം പേറുന്ന പെരിയവൻ, ആഗമാകാരന്മാരിലാതവൻ, മോചസും സർവാഗമം പൊരുളാഗമി പരാശക്തിക്കേലെന്നോരപ്രിയമാനാമോദിയത്. മൂലവസ്തുവാം നാഥനുപദേശിച്ചതല്ലോ ഈ ലോകീശതായി വിലോമമെന്നേ യാഗ്വേ യഹോവയാകെന്നെല്ലാം മോശീയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള നാമം ഈശ്വരാൽ പ്രകർഷിതമെന്നേ വേണ്ടു. ഗൂഢവിഗ്രഹരായിട്ടെങ്കിലും വർത്തിക്കലും കൂടസ്ഥൻ നിജാശകൻ ആത്മാവെന്നിവരുണ്ടും കാലാനുസാരം പ്രകടീകരിച്ചിടും പുഷ്പകാലത്ത് കളകണ്ഠം കളകൂചിതം പോലെ. അല്ലാഹിലധീശനെ മാനുഷരറിയെന്നാൽ ഇവൻ അഗാധസ്ഥിതനല്ലോ. പ്രപഞ്ചത്തിന്റെ മൂലഗന്ധത്തെ കണ്ടെത്തുവാൻ പ്രപഞ്ചവാസികൾക്ക് കഴിവില്ലായ മൂലം സ്വയമകത്തത്വ ബോധനം നടത്തുവാൻ ഈ ഉലകെങ്കിൽ ദൈവം അയർപ്പു നിജാത്മാനം. ഈ കാണുന്ന സകല ചരാചരങ്ങളെ അണ്ടകടാകത്തെ നിർമ്മിച്ചവൻ ദൈവമാണ്. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. സകലതും അവൻ ഉളവാക്കി, അവനായിട്ടും ഉളവായി. മോളെ വെളിപ്പാട് 4:11 ഇതിനോടൊന്ന് ചേർത്ത് കണക്ട് ചെയ്യുന്ന നല്ലതാ. വെളിപ്പാട് 4:11. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും. സങ്കടത്തോടെ വായിക്കാൻ, നല്ല ധൈര്യത്തോടെ വായിക്കും. സങ്കടത്തോടെ നല്ല ധൈര്യത്തോടെ വായിക്കും. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനാ. എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് നീ മാത്രം യോഗ്യൻ. അതിന്റെ കാരണം നീയാണ് സർവത്തെ സൃഷ്ടിച്ചവൻ. സ്തോത്രം, സ്തോത്രം. പഞ്ചഭൂത നിർമ്മാതാവായി വഞ്ചനയില്ലാത്തവന്, പഞ്ചഭൂത നിർമ്മാതാവാൻ വഞ്ചനയില്ലാത്തവന്, കിഞ്ചിനേരം കൊണ്ടകില സഞ്ചയങ്ങൾ സൃഷ്ടി ചെയ്തോ. കിഞ്ചിനേരം കൊണ്ടകില സഞ്ചയങ്ങൾ സൃഷ്ടി ചെയ്തോ. ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ. ഏകസത്യ ദൈവമൊന്ന്, ഏകരക്ഷിതാവുമൊന്ന്. ഏകസത്യ ദൈവമൊന്ന്, ഏകരക്ഷിതാവുമൊന്ന്. ഏകസത്യവേദമൊന്ന്, ഏകരക്ഷാമാർഗമൊന്ന്. ഏകസത്യവേദമൊന്ന്, ഏകരക്ഷാമാർഗമൊന്ന്. ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ. സാധ്യനായി ദർശിപ്പാന പ്രത്യക്ഷനായി, സ്പർശിപ്പാന സാധ്യനായി ദർശിപ്പാന പ്രത്യക്ഷനായി. സർവരൂപികൾക്കരൂപി ഉർവിയിൽ തുല്യമില്ലാത്തോ. സർവരൂപികൾക്കരൂപി ഉർവിയിൽ തുല്യമില്ലാത്തോ. ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ,
സത്യ ദൈവമേ ഉള്ളൂ. ഭൂവാസികളെ ഏക സത്യ ദൈവമേ ഉള്ളൂ. കരമുയർത്തി ഹല്ലേലൂയയാണ്. കർത്താവിനെ സ്നേഹിക്കണം. കാരണം ഒന്ന്, അവൻ കർത്താവാണ്. എന്തുകൊണ്ടാണ് അവിടുന്ന് കർത്താവാകാൻ കാരണം? ഒന്ന്, അവിടുന്ന് ദൈവമാണ്. രണ്ട്, അവിടുന്ന് സൃഷ്ടാവാണ്. നമ്മൾ സ്കൂളിൽ പണ്ട് പഠിച്ചത് കേരളം ഉണ്ടായത് എങ്ങനെയാന്നാ? ഇവിടെ വെള്ളക്കുടം ഇല്ലേ? പണ്ടല്ലേ തീ വെച്ചത്? അയ്യോ, കന്യാകുമാരി ചിതയാതിയായി ഗോകർണാന്തമായി തെക്ക് വടക്ക് നീളെ അന്യോന്യമമ്പാശിവർ നീട്ടിവിട്ട കണ്ണോട്ടമേറ്റുണ്ടൊരു നല്ല രാജ്യം. പാരങ്കരിമ്പ് പനജമുള്ള കേലമിഞ്ചി കേരംഗ തളർവെറ്റില ഏതവാര ഈ രമ്യ വസ്തുതകൾ ചേർന്ന് വിളങ്ങുമീ നൽപാരാഗ്ര കൽപ്പതരു മണ്ഡിത നന്ദനാഭം വിന്ധ്യം ശമിക്കരിശം എന്നറി വാർന്നൊടുക്കും. പഠിച്ചല്ലയോ? കന്യാകുമാരി ചിതയാതിയായി ഗോകർണാന്തമായി തെക്ക് വടക്ക് നീളെ അന്യോന്യമമ്പാജിവർ നീണ്ടുവിട്ട കണ്ണോട്ടം മേറ്റുള്ളൊരു നല്ല രാജ്യം. അടുത്ത വർഷം യോഗത്തിന് എന്നെ വിളിക്കാന്ന് ഇവരെയും വിളിക്കണം. കർത്താവ് അനുവദിച്ച സ്വോത്രമൊക്കെ പറഞ്ഞിരുന്നോണം. യോഗത്തിനൊക്കെ വിളിക്കുന്നോള. പാരം കരിമ്പ് പനസമുള്ള കേലമിഞ്ചി കരം കവങ്ങ് തളർവേറ്റില്ല ഏതവാര പാരം കരിമ്പ് പനസമുള്ള കേലമിഞ്ചി കരം കവങ്ങ് തളർവേറ്റില്ല ഏതവാര ഈ രമ്യ വസ്തുതകൾ ചേർന്നു വിളങ്ങുമീ നൽപാരാഗ്ര കൽപ്പതരു മണ്ഡിത നന്ദനാഭം. ഇന്നത്ര അത് സ്കൂളിൽ പഠിച്ചതാ, പഠിപ്പിച്ചതാ, പഠിച്ച് മാർക്കുമൊക്കെ കിട്ടിയതാ. പക്ഷേ പുസ്തകം പഠിപ്പിക്കുന്നത് അങ്ങനല്ല. ഈ കാണുന്ന സകല ചരാചരങ്ങളെ കേരളത്തെ, ഇന്ത്യയെ, ലോകരാജ്യത്ത്, ഈ ഭൂലോകത്തെ, അണ്ടകടാകത്തെ മുഴുവൻ നിർമ്മിച്ചൊരു ദൈവമുണ്ട്. അല്ലാതെ ഒരു ഏരിയ തീർത്ത് പോകുമല്ലായിരുന്നു. ഉണ്ടാകട്ടെ എന്ന വാക്കി സകലത് ഉളവാക്കിയില്ലേ? ഒരൊറ്റ വാക്കാ പറഞ്ഞ ഉണ്ടാകട്ടെ, അന്നേരം ഉണ്ടാകുകയായിരുന്നു. ഉണ്ടാകട്ടെ, അന്നേരം ഉണ്ടായി. ചൊന്നുണ്ടൻ വാക്കു മൂലമന്ന് വനവിരവിൽ വർണ്ണ ജ്യോതിർഗണങ്ങൾ നിന്നു ആകാശത്തവ വിണ്ണ ചൊന്നുണ്ടൻ വാക്ക് മൂലമന്ന് വനവിരവിൽ വർണ്ണ ജ്യോതിർഗണങ്ങൾ ആകാശത്തവ പൂജനകേജനമസ്തുക്കളുടകയായി തന്നെയും അല്ല ഗോയജനങ്ങളും പൊടുതേയുടനായി നേരെ മറിച്ചു നായകനേകിയൊരംഗകളിൽ നിലയായി തന്നെയും അല്ല വനങ്ങൾ അഭയന്തേട് മൃഗങ്ങൾ നാട്ടിലെ മൃഗഗണങ്ങൾ ഇവയുണ്ടായി നീലമാറി തുടങ്ങി വനങ്ങൾ അഭയന്തേട് വനങ്ങൾ അഭയന്തേട് മൃഗങ്ങൾ നാട്ടിലെ മൃഗഗണങ്ങൾ ഇവയുണ്ടായി നീലമാറി തുടങ്ങി ആറാം ദിനത്തിലാത്മാവാക്കി നേരായി ചമച്ചാതിന്റെ രൂപം അതിന്റെ ശേഷം നാരിയെ ഉരുവാക്കി ദൈവം പരമാവൻ പൂജിതമായ വിചിത്രമൊരു തോട്ടം ചമച്ചാതിങ്കൽ പൂജിത ദുഃഖമിരുത്തിയവർക്കൊരു വാദം ഞാൻ അവിടെ പറയാം. ആറാം ദിനത്തിലാത്മാവാപം പ്രമാണമാക്കി
നേരായി ചമച്ചതിന്റെ രൂപം അതിന്റെ ശേഷം നാരികെ ഒഴിവാക്കി പരമവർ പൂരിത ഭാഗ്യവിജീതമതാമൊരു തോട്ടം ചമച്ചതി പൂരിത ദുഃഖവിരുദ്ധിയവർക്കൊരു വാട്ടം പരവിധം കൊടുത്തിട്ട് കൽപ്പന ശ്രേഷ്ഠം കനി മുജിപ്പാനു അരുതം അറിവിൻ പരമായത് നീതം മാറുത്തുന്നു വരുമേ മരണമെന്നൊരു നീക്കമില്ലതിന് കരുതണം നിങ്ങളെന്നു പരമത്തുന്നവൻ വരുമേ മരണമെന്നൊരു നീക്കമില്ലതിന് കരുതണം നിങ്ങളെന്ന് വെള്ളങ്ങളിൽ നീതിൽ പതിച്ചാൻ പരമേശൻ വെള്ളങ്ങളിൽ നീതിൽ പതിച്ചാൻ വെള്ളങ്ങളിൽ നീതിൽ പതിച്ചാൻ പരമേശൻ വെള്ളങ്ങളിൽ നീതിൽ പതിച്ചാൻ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്ക്. അവിടുന്ന് സകലത്തെ സൃഷ്ടിച്ചവനാ, അവിടുന്ന് സൃഷ്ടാവാ. അതുകൊണ്ട് ഈ കർത്താവിനെ സേവിച്ചോണം. കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. ദൈവത്തിന് സ്തോത്രം ഓടിച്ച് പറയാ. എന്തുകൊണ്ടാണ് നാം ഈ കർത്താവിനെ സ്നേഹിക്കുന്നത്? ഒന്ന്, അവിടുന്ന് കർത്താവാകയാൽ. അവിടുന്ന് മാത്രമാ കർത്താവ്. മാത്രമല്ല, എബ്രായ ലേഖനം 1:3 ചേർത്ത് പഠിച്ചാൽ അവിടുന്ന് പരിപാലകന്. ആ വാക്യം ഒന്ന് വായിച്ചേ മോളെ. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ ഏതാ വായിക്കുന്നത്? എബ്രായ ലേഖനം 1:3 അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനാ എന്ന് പറഞ്ഞാൽ അവിടുന്ന് നമ്മളെ പരിപാലിക്കുന്ന ദൈവമാണ്. കർത്താവിനെ സ്നേഹിക്കണം. അതെന്തിനാന്ന് ചോദിച്ചാൽ അവിടുന്ന് കർത്താവാണ്. കർത്താവാകാൻ കാരണമാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, അവിടുന്ന് ദൈവമാണ്. രണ്ട്, അവിടുന്ന് സൃഷ്ടാവാണ്. സ്തോത്രം. അവിടുന്ന് പരിപാലകന്. എന്നെ നിങ്ങളെ ഇതുവരെ അവിടുന്ന് പരിപാലിച്ചു. കാലിനെ വീഴ്ചയ്ക്കുന്ന, പ്രാണനെ മരണത്തിൽ കണ്ണിനെ കണ്ണിനിരുന്നും എല്ലാം അവിടുന്ന് സൂക്ഷിച്ചു. വണ്ടിയില്ലാഞ്ഞിട്ടാണോ? റോഡില്ലാഞ്ഞിട്ടാണോ? അസുഖമില്ലാഞ്ഞിട്ടാണോ? ഇല്ലേ, നമ്മളെ സൂക്ഷിച്ചില്ലേ? പണ്ടൊരു കഥയുണ്ട്. കഥയാ. രണ്ടുപേര് മലയ്ക്ക് പോയി. അന്നത്തെ കാലമാ. ഒരുത്തനെ കടുവ പിടിച്ചു. മറ്റവൻ രക്ഷപ്പെട്ടു വന്നു. കടുവ പിടിച്ചങ്ങ് കൊണ്ടുപോയി. കൂടെ വന്നവൻ നാട്ടിൽ വന്ന് പറഞ്ഞ് കടുവ പിടിച്ചു. അപ്പോൾ അവൻ്റെ വീട്ടുകാർ ആ സമയം അനുസരിച്ച് അടിയന്തരം നടത്തി. മുഴുത്ത പപ്പടം അടിയന്തരത്തിന്, ചോറും സാമ്പാറും അവിയലുമല്ല, മുഴുത്ത പപ്പടും. അപ്പോൾ ഈ തിരിച്ചു വന്നവൻ്റെ വീട്ടിലെ ചെറുക്കൻ അവിടെ ചെന്നുണ്ടു. മുഴുത്ത പപ്പടം കൂട്ടി കഴിച്ചേച്ച് അമ്മയോട് വന്ന് പറഞ്ഞ്, അമ്മ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു? എൻ്റെ അമ്മേ എന്തോ വലിയ പപ്പടമായിരുന്നു. ഉടനെ തള്ള പറയുക, മലയ്ക്ക് പോകാഞ്ഞിട്ടാന്നോടാ, കാറ്റ് കടുവായില്ലായിട്ടാന്നോ താണ്ട വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിനെയും കടുവ പിടിക്കായിരുന്നേ നമുക്ക് മുഴുത്ത പപ്പടം. മനസ്സിലായോ? വണ്ടിയെ പോകാഞ്ഞിട്ടാന്നോ? റോഡില്ലാഞ്ഞിട്ടാന്നോ? അസുഖമില്ലാഞ്ഞിട്ടാന്നോ? മാറാരോഗമല്ലേ കേട്ടോണ്ടിരിക്കുന്നത്? ഭീതിയല്ലേ സൗഖ്യമാക്കട്ടെ ദൈവം. ഇനി ആർക്കും വരാതിരിക്കട്ടെ. പക്ഷെ ഇതുവരെ നിന്നെ പിടികൂടിയില്ലല്ലോ. അവൻ പരിപാലകനാ. വണ്ടി എതിരെ വരാഞ്ഞിട്ടാണോ? പാണ്ടിലോറി വരല്ലേ വന്നത്? ഇല്ലേ, 16-18 വീലിൻ്റെ കയറി അരയേണ്ടതല്ലായിരുന്നോ? ദൈവം നിന്നെ പരിപാലിച്ചതാണ്. ദൈവം നിന്നെ സൂക്ഷിച്ചതാണ്. ബൈക്കിൽ പോകുന്ന പോക്കുണ്ട്. ചില പിള്ളേർ കാളക്കൊമ്പ് പോലെ രണ്ട് ഇത് എന്താ മിററെന്നാണോ പറയുന്നത്? കണ്ണാടി പറ അതില്ല ഇങ്ങനെ വെച്ചു. അവൻ്റെ ഒരു കീറി പറഞ്ഞ പാൻറ്റും വള്ളിയും വാലും അവൻ്റെ ഒരു മുടിയും ഇടയ്ക്ക് ഇങ്ങനെ വെച്ചു. ചിലരെ കണ്ടിട്ടില്ലേ? അയ്യോ ഇവൻ്റെ വേഷം കെട്ട. നമ്മൾ പണ്ട് പാൻറ്റ് കീറുക എന്നാൽ തയ്ച്ചേച്ചേ വെളിയിലോട്ട് പോകുള്ളൂ. ഇപ്പം ഇത് കടയിൽ തന്നെ ഇപ്പം കീറിയത് കിട്ടുമെന്ന് കേൾക്കുന്നു. മോഡേണിസം ഇപ്പം ഈ സങ്കട ലോകമാണല്ലോ. നാസിസം, ഫാസിസം, എത്തിസം, ബാന്തിസം, കമ്മ്യൂണിസവുമില്ല, ലീഗലിസമോ മോഡേണിസമോ കോൺഗ്രസോ ഇല്ലവിടെ.
വഞ്ചനയില്ല, വാഗ്വാദമില്ല, വൈരമശേഷമില്ല. അവിടെ ഇവിടെ മോഡേണിസം അല്ലേ? അവരിവന് പാള പോലൊരു മൊബൈല് എങ്ങനെയോ ഇവന് ഒപ്പിച്ചതാ. കഞ്ഞി കുടിക്കാൻ പോലും ഗതിയുള്ളവനല്ല. മുഴുത്തൊരു മൊബൈൽ. എന്നിട്ട് ആ ബുള്ളറ്റ് കയറി അമട്ട് പൊട്ടും പോല പൊട്ട. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ചെന്ന് ലോറിയുടെ അടിയിലോട്ട് കയറുക. ആർക്കും വരാതിരിക്കട്ടെ, ഒരുത്തർക്കും അനർത്ഥം വരാതിരിക്കട്ടെ. അപകടം വരാഞ്ഞിട്ടാന്നോ, രോഗമില്ലാഞ്ഞിട്ടാന്നോ, അന്തരീക്ഷം മോശമായിട്ടല്ലേ? എന്തെല്ലാം തീരാവ്യാധി, തീരാ കെടുതികള്, അനർത്ഥങ്ങള് ഇല്ലേ? ആർക്കും ഒരു ദോഷം വരാതിരിക്കട്ടെ. അവൻ നമ്മെ പരിപാലിച്ചു. ഇനിയും നിന്നെ പരിപാലിക്കാൻ ദൈവം വിശ്വസ്തനാ. നിന്നെ സൂക്ഷിക്കാൻ ദൈവം വിശ്വസ്തനാ. അവൻ നമ്മുടെ പരിപാലകനാ. ആ പഴയ പാട്ടിന് 2 ചരണം ഒന്ന് ചേർന്ന് പാട്. ഇസ്രായേലി കാവൽക്കാരൻ നിദ്രാഭാരം ചേർന്ന് പാട്. തൂക്കുന്നില്ല ഇസ്രായേലി കാവൽക്കാരൻ നല്ല കർത്താവേ, നിദ്രാഭാരം തൂക്കുന്നില്ല. യഹോവയെ പാലകത്താൻ ഇല്ലെനിക്കു ഭേദമോർക്കൂ. യഹോവയെ പാലകത്താൻ ഇല്ലെനിക്കു ഭേദമോർക്കൂ. ഉയർത്തിയിടും ഞാൻ എന്റെ കണ്ണുകൾ തുണയാരുളും വൻകീരിയിൽ. ഉയർത്തിയിടും ഞാൻ എന്റെ കണ്ണുകൾ തുണയാരുളും വൻകീരിയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്ക്. കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. എന്തുകൊണ്ടാണ് ഈ കർത്താവിനെ സ്നേഹിക്കണമെന്ന് പറയാൻ കാര്യം? 1, അവിടുന്ന് കർത്താവാകയാണ്. എന്താ കർത്താവ് എന്ന് പറയാൻ കാരണം? അവിടുന്ന് ദൈവമാണ്. 2, അവിടുന്ന് സ്രഷ്ടാവാണ്. 3, അവിടുന്ന് പരിപാലകനാണ്. ഇങ്ങനെയുള്ള ഈ കർത്താവിനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ? നിന്നെ പരിപാലിക്കുന്ന ഈ കർത്താവിനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ? ആർക്കായി കർത്താവിനെ സ്നേഹിക്കാൻ പറ്റാത്തത്? സ്നേഹിക്കാൻ കൊള്ളാവുന്നവനാ കർത്താവ്, അനുഗമിക്കാൻ കൊള്ളാവുന്നവനാ കർത്താവ്, ആരാധിക്കാൻ കൊള്ളാവുന്നവനാ കർത്താവ്, സേവിപ്പാൻ പറ്റുന്ന ഒരുവനേ ഉള്ള കർത്താവാ. ആർക്കും ചെല്ലാമല്ലോ, എപ്പോ വേണേലും ചെല്ലാമല്ലോ, ഏത് സമയത്തും ചെല്ലാമല്ലോ, ഇല്ലേ? കറുത്തവനെ എല്ലാം, വെളുത്തവനെ എല്ലാം, കുബേരനെ എല്ലാം, കുചേലനെ എല്ലാം, പണ്ഡിതനെ എല്ലാം, പാമനെ എല്ലാം, പ്രായമുള്ള അപ്പനെ എല്ലാം, പ്രായമുള്ള അമ്മയ്ക്ക് എല്ലാം, ചെറുപ്പക്കാരിക്ക് എല്ലാം, പ്രായമുള്ള ഇടത്തരക്കാരിക്ക് എല്ലാം, 10 വയസ്സുള്ള സഹോദരിക്ക് എല്ലാം, 15 വയസ്സുള്ള സഹോദരിക്ക് എല്ലാം, 26കാരിക്ക് എല്ലാം, 98 എന്ന തള്ളക്ക് എല്ലാം, അല്ലേ? പുരുഷനെ എല്ലാം, ആമേൻ, അമ്മയ്ക്ക് എല്ലാവർക്കും ചെല്ലരുതോ? എന്തോ അതിനിടയിൽ 2 പണിയുണ്ടല്ലോ. ഈ കർത്താവിനെ ആർക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റും? അവൻ എന്നെ പരിപാലിക്കുന്നവനല്ലേ, നമ്മെ പരിപാലിച്ചില്ലേ ഇതുവരെ? ദൈവദാസന്മാരെ നമ്മെ സൂക്ഷിച്ചില്ലേ? ബൈക്കില്ലാഞ്ഞിട്ടാണോ? കാറില്ലാഞ്ഞിട്ടാണോ? ആണോ? എത്ര അപകടങ്ങൾ പതിയിരുന്നതാ. അയ്യോ, നമ്മൾ ഇതുവരെ സൂക്ഷിച്ചില്ലേ? മേലിലും സൂക്ഷിക്കാൻ അവൻ വിശ്വസ്തനാ. കർത്താവോ വിശ്വസ്തൻ. അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാനവൻ നിങ്ങളെ കാക്കും. ഇങ്ങനെ പരിപാലിക്കുന്ന ഈ കർത്താവിനെ എങ്ങനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റും? കർത്താവിനെ സ്നേഹിക്കാത്ത ഏവന് ശപിക്കപ്പെട്ടവൻ. 2 പ്രഥമ പോയിന്റ്. 2 എന്തുകൊണ്ടാണ് ഈ കർത്താവിനെ സ്നേഹിക്കേണ്ടത്? ഒന്നാമത്തെ പോയിന്റാണ് ഞാൻ പറഞ്ഞത്, അവിടുന്ന് കർത്താവാകയാൽ സ്നേഹിച്ചോണം.
രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ്, കർത്താവിനെ എന്തുകൊണ്ട് സ്നേഹിക്കണം? അതിന് രണ്ടാമത്തെ ചിന്ത, അവിടുന്ന് ആദ്യം നമ്മെ സ്നേഹിച്ചു. അതുകൊണ്ടാണ്. നമ്മളല്ല ആദ്യം സ്നേഹിച്ചത്, അവിടുന്നാണ് നമ്മളെ സ്നേഹിച്ചത്. ഇല്ലേ? ചിലരുടെ ഇരിപ്പും നോട്ടവും കണ്ടിട്ട് ഈ പുള്ളി ആദ്യം കയറി സ്നേഹിച്ചത്, ഇല്ലെങ്കിൽ പുള്ളി കുഴഞ്ഞേനും. ഞാൻ യേശുവിനെ സ്നേഹിച്ചുകൊണ്ടില്ല, യേശുവിനാകെ തട്ടുകേട് പറ്റിയാനും. ഇരിപ്പും നോട്ടമൊക്കെ കണ്ട അങ്ങനെ അങ്ങ് തോന്നുക. അയ്യോ, നമ്മളല്ല ആദ്യം സ്നേഹിച്ചത്, അവിടുന്ന് നമ്മളെ സ്നേഹിക്കുക. മോളെ, ഒരു വാക്യം ഒന്ന് വായിച്ച യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 19, അല്ലയോ? ഒന്ന് വായിച്ചേ. യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-19. അവൻ ആദ്യം നമ്മെ അത് സ്നേഹിച്ചതുകൊണ്ട്. തന്നെ ഒന്നുകൂടെ നന്നായിട്ട് അങ്ങ് വായിരേ. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട്. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചു. നമ്മളല്ല ആദ്യം സ്നേഹിച്ചത്, അവിടുന്നാണ് നമ്മളെ ആദ്യം സ്നേഹിച്ചത്. ഇല്ലേ? അവിടുന്നാണ് സ്നേഹിച്ചത്. ഒരിക്കൽ തൻ്റെ ഇഹലോക ജീവിത കാലത്ത് ശുശ്രൂഷയിൽ ഒരു പദം പറഞ്ഞേച്ചാ പോയത്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. ഇല്ലേ? ചെറിയാച്ചൻ പാടിയ ഒരു പാട്ടിന്റെ വരി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വരികളാണ്. സ്വർഗസുഖമണുവളവും അനുഭവമാക്കാൻ, സ്വർഗസുഖമണുവളവും അനുഭവമാക്കാൻ, യോഗ്യതയില്ലകതയെ കൽപ്പവുമോർക്കിൽ, യോഗ്യതയില്ലകതയെ കൽപ്പവുമോർക്കിൽ, ഭാഗ്യവശാൽ പാപിയായ ഞാൻ രക്ഷിതനായി പാപശിക്ഷകൾ പോക്കി, ഭാഗ്യവശാൽ പാപിയായ ഞാൻ രക്ഷിതനായി പാപശിക്ഷകൾ പോക്കി, മഹാത്ഭുതമേ കാൽവരിയിൽ കാണുന്ന സ്നേഹം, മഹാത്ഭുതമേ കാൽവരിയിൽ കാണുന്ന സ്നേഹം, മഹോന്നതൻ വഹിച്ചിടുമേ ലോകത്തിൻ പാപം, മഹോന്നതൻ വഹിച്ചിടുമേ ലോകത്തിൻ പാപം, സർവ്വലോകത്തിൻ ശാപം, സർവ്വലോകത്തിൻ ശാപം. എന്ത് നല്ല വരികളാ ചെറിയാച്ചൻ്റെ. നമ്മളല്ല ആദ്യം സ്നേഹിച്ചത്, അവിടുന്നാണ് നമ്മളെ സ്നേഹിച്ചത്. അവിടുന്ന് നമ്മളെ സ്നേഹിച്ചപ്പോൾ, എൻ്റെ ഭാഷയെ പറയാ, വചനത്തെ കൂട്ടുപിടിച്ച, നമുക്ക് യോഗ്യത ഉള്ളത് കൊണ്ടല്ല സ്നേഹിച്ചത്, യോഗ്യത ഇല്ലാതിരുന്നത് കൊണ്ടാണ് സ്നേഹിച്ചത്. എനിക്ക് നിങ്ങൾക്ക് ഇപ്പൊ ഏതാണ്ടൊക്കെ യോഗ്യതയുണ്ടെന്നൊരു ഭാവം നമുക്കല്ല, ഇല്ലേ? ഉണ്ടുണ്ട്. ഇപ്പൊ ഒരു ഇച്ചിരി ആള് കളിക്കുക, ഞാനും നിങ്ങളും എല്ലാം ആള് കളിക്കുക, ഏതാണ്ടൊക്കെ യോഗ്യത ഉണ്ടെന്ന് ചിലർക്ക്. അതുകൊണ്ട് ഇപ്പോൾ സ്തോത്രം തന്നാൽ തന്നെ ഇങ്ങനെ എഴുന്നേറ്റ് വന്നേ, ചില വലിയ വലിയ ചില പാസ്റ്റർമാർ, എല്ലാവരും അല്ല, വലിയ ബുദ്ധിമുട്ടാണ്. ചില പിന്നെ ഇങ്ങനെ തൂത്താച്ചങ്ങ് പോവും. ചിലക്ക് മിണ്ടാനൊക്കെ വലിയ പൗവതിയാ. എന്തുകൊണ്ട് പാസ്റ്റർ വിശേഷം? നിനക്കൊരു കൂറയില്ലാതെ തെണ്ടി നടന്നവനല്ലേടാ. നീതി കൂടുതൽ ഞാൻ എങ്ങനെ പറയാനേ, അല്ലേ? ഞാൻ എന്നെയും കൂടെ. നീ പെന്തിക്കോസി വന്ന ചെല്ലേടാ ഷൂ കാണുന്നേ ആദ്യം, അല്ലേ? മിണ്ടുകല അല്ലേ? നല്ല ബെൽറ്റ് കണ്ടത് പെന്തിക്കോസ് വന്നേ പിന്നല്ലേടാ. മറ്റേത് ചാക്കിയുടെ ഇട്ട് കെട്ടുകാരുന്ന്, എന്നിട്ട് ചരടെടുത്തത് ആത്ത് കെട്ടിയതൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട്, അതെനിക്ക് മോഹം കാണുമ്പോൾ അറിയാം. പിന്നെ എന്തുവായിരുന്നു നമുക്ക് യോഗ്യത? കുടുംബശ്രേഷ്ഠത വല്ലതും ഉണ്ടായിരുന്നോ? അതൊന്നും പറയാതിരിക്കാം. നമ്മുടെ കുടുംബത്തിന്റെ ചരിത്രം വ്യാഴ ഒന്നും അപ്പൻ്റെ പെങ്ങള് ചെയ്തതൊന്നും പൊതുവെ പറയാതിരിക്കുന്നതാ നല്ലത്. അമ്മയുടെ അനിയത്തി ചെയ്തത് മിണ്ടിയേക്കരുത്, നമ്മുടെ കുടുംബശ്രേഷ്ഠത. അയ്യോ, ഞങ്ങളുടെ വല്യമ്മച്ചി ആരാ? വല്യമ്മച്ചിയുടെ ഒട്ടും മിണ്ടായിരിക്കുന്നതാ. വല്യമ്മച്ചിയുടെ പ്രായക്കാരോട് ചോദിക്കണേ തള്ള ആരായിരുന്നെന്ന്. മനസ്സിലായോ? നമുക്കൊരു യോഗ്യതയില്ലായിരുന്നു.
യോഗ്യത ഇല്ലാതിരുന്നത് കൊണ്ടാണ് അവിടുന്ന് നമ്മെ സ്നേഹിച്ചത്. അതെ അതെ അതെ, നമ്മുടെ നേരത്തെ അങ്ങനെ ആയിരുന്നു. ഒന്ന് രണ്ട് കാര്യം പറയാം. നമ്മുടെ അപാകത മോളെ, ആ റോമാലേഖനം ഇവിടുത്തെ 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യവും 8-ാം വാക്യവും 10-ാം വാക്യവും 4 അപാകത അവിടെ കൊടുത്തേക്കുന്നത്. റോമാലേഖനം 5-ാം അധ്യായത്തിന് 6 വായിര്. നാം ഇതായിരുന്നു നമ്മുടെ യോഗ്യത. നമ്മൾ ബലഹീനരായിരുന്നു നേരത്തെ. അന്നേരം അവിടെ നമ്മളെ സ്നേഹിച്ചത്. നമ്മൾ ബലഹീനരായിരുന്നപ്പോഴാ അവിടുന്ന് നമ്മളെ ലോകക്കാർക്കും ലോകത്തിൽ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ബലമുള്ളവരെ മതി അല്ലേ? സിന്താബ വിളിക്കാൻ ബലമുള്ളവരെ മതി അവർക്ക്. സിന്താബ മുത്തിയൊക്കെ ചുരുട്ടി പിടിച്ച് സിന്താബ. അന്നേരം പറയും തങ്കച്ചൻ കയറി നിൽക്കി കൊടിയും പിടിക്കാൻ പറയും. മുന്നിൽ നിന്നോണം സിന്ത. അന്നേരം താണ്ടൊരു വല്യപ്പം വരുന്നത് പഴയ സിന്താബക്കാരനാ. ഇപ്പം വയ്യ, ശ്വാസം മുട്ടലുമൊക്കെ. എന്നാൽ നമ്മൾ പറയും പുള്ളി നമ്മുടെ പഴയ കസാറിലെങ്ങാനും കൊണ്ടിരുത്ത്, മുന്നിലെങ്ങാനും നുരുണ്ട് വീണെങ്കിൽ അല്ലേ? മനസ്സിലാകുന്നുണ്ടോ? ബലമുള്ളവരെ മതി ആൾക്കാർക്ക്. എന്നാൽ അവിടുന്ന് നമ്മളെ സ്നേഹിച്ച് നമ്മൾ ബലഹീനരായിരുന്നപ്പോഴാണ്, നമ്മൾ അശക്തരായിരുന്നപ്പോൾ അവിടുന്ന് സ്നേഹിച്ചത്. അതുകൊണ്ട് ഈ കർത്താവിനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ? നമ്മൾ ബലഹീനരായിരുന്നവിടെ അവിടുന്ന് നമ്മളെ സ്നേഹിച്ചത്. ലോകക്കാർക്കും ചാർച്ചക്കാർക്കും കുടുംബക്കാർക്കും രാഷ്ട്രീയക്കാർക്കും മതമേലധ്യക്ഷന്മാർക്കൊക്കെ ബലമുള്ളപ്പം നമ്മളെ മതി. കാശും പുത്തനും ബലവും ആരോഗ്യവും കരുത്തും ഉള്ളപ്പം നമ്മളെ മതി. നീ ബലഹീനനായാൽ പലരും നിന്നെ കാണാൻ പോലും വരികയില്ല, നിന്നെ അന്വേഷിക്കത്തില്ല, നിന്നെ ശ്രദ്ധിക്കത്തില്ല. എന്നാൽ അവിടുത്തെ സ്നേഹം നീ ബലഹീനനായിരുന്നപ്പോഴാണ് നമ്മളെ സ്നേഹിച്ചത്. ഈ കർത്താവിനെ എങ്ങനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റും? ഒന്ന്, നമ്മൾ ബലഹീനരാണ്. 2, 6-ാം വാക്യം ഒന്നോട് വായിച്ചേ മോളെ. 6-ാം വാക്യം. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. അഭക്തർക്ക് വേണ്ടി മരിച്ചു. അപ്പൊ 2, നമ്മൾ അഭക്തരായിരുന്നു. യാതൊരു ഭക്തിയില്ലായിരുന്നു. നമുക്ക് ഉണ്ടായിരുന്നോ? ഇതിനകത്ത് വന്നിട്ടും ശരിക്കും ഭക്തിയില്ലല്ലോ. ആ കാര്യത്തിന് ഞാൻ കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞു, ഭക്തിക്കൊക്കെ ഞാൻ ക്രൈസ്തവ ലോകത്തിൽ ബഹുമാനിക്കുന്നതിൽ ഒരു ഗ്രൂപ്പ് കത്തോലിക്ക സഹോദരന്മാരെയാണ്. പള്ളിമറ്റ് നിന്നാലും ഭക്തിയോടെ മുണ്ട് വഴിച്ചിട്ട്, നല്ല കാര്യമല്ലേ? ആ കോമ്പൗണ്ടിൽ കയറിയാൽ എന്ത് ഭയഭക്തിയോടാണ് നിൽക്കുന്നത് അല്ലേ? നമ്മുടെ ആൾക്കാരോ കർത്തൃമേശ നടത്തുമ്പോൾ പോലും ഭക്തിയില്ലല്ലോ. ഒരുത്തൻ ചോദിച്ചു സാധനം തീർന്നു വന്നു. ഒരു ഭക്തിയില്ല. പിന്നെ ഭക്തി സിലോൺ പെന്തിക്കോസുകാർക്ക് അവരുടെ കൂട്ടായ്മയ്ക്ക് നല്ല ഭക്തി ചിട്ടയാണ്. മുഴങ്കാലിൽ ഇരിക്കുകയും നടത്തിപ്പുമൊക്കെ നല്ലതാണ്. ഭക്തിയോടെ നല്ല കാര്യം നല്ലതാണെന്ന് പറയണ്ടേ? അതെ. പിന്നെ ഹൈന്ദവ സ്നേഹിതന്മാർക്കും ആ ദീപാരാധനയുടെ സമയത്ത് നല്ല ഭക്തിയാണ്. ഭക്തിയോടെ അവർ നിൽക്കുന്നത്. തൊഴുതുകൊണ്ട് ഭക്തി വേണ്ടേ? എന്നാൽ അവിടുന്ന് നമ്മളെ സ്നേഹിച്ചത്, നമ്മൾ അഭക്തരായിരുന്ന കാലത്ത് അവിടുന്ന് നമ്മളെ സ്നേഹിച്ചത്. ഒന്ന്, നമ്മൾ ബലഹീനരായിരുന്നു. 2, നമ്മൾ അഭക്തരായിരുന്നു. 3, നമ്മളെ 8-ാം വാക്യം ഒന്ന് വായിച്ചേ. 8, ക്രിസ്തുവോ നാം പാപികളായിരിക്കും. അയ്യോ, നമ്മൾ പാപികളായിരുന്നപ്പോഴാണ് നമ്മളെ സ്നേഹിച്ചത്. പാപികളായിരുന്നപ്പോൾ നമ്മെ സ്നേഹിച്ചു. മോളെ 10-ാം വാക്യം വായിച്ചേ. ശത്രുക്കളായിരിക്കുമ്പോഴാണ് നമ്മളെ സ്നേഹിച്ചത്. ഈ കർത്താവിനെ എങ്ങനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റും? നമ്മൾ ശത്രുക്കളും പാപികളും അഭക്തരും ബലഹീനരുമായിരുന്നപ്പോഴാണ് അവിടുന്ന് നമ്മളെ സ്നേഹിച്ചത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ കർത്താവിനെ സ്നേഹിച്ചോണം. കർത്താവിനെ സ്നേഹിക്കാത്ത ഏവന് ശപിക്കപ്പെട്ടവൻ. യോഗ്യത ഉള്ളത് കൊണ്ടല്ല സ്നേഹിച്ചത്, യോഗ്യത ഇല്ലാഞ്ഞത്. ഞാനൊക്കെ ഇന്നലെയൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ എവിടെയോ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ യോഗ്യത നോക്കി സ്നേഹിക്കുകയായിരുന്നെങ്കിൽ വേറെ ആൾക്കാരെയാണ് ഇതിനകത്ത് കൊണ്ടുവരേണ്ടത് അല്ലേ? എത്രയോ മിടുക്കന്മാരുണ്ടായിരുന്നു കുട്ടനാട്ടിൽ. എൻ്റെ വീട് കുട്ടനാട്ടില്ല, കാവാലം. യോഗ്യത നോക്കുകയായിരുന്നേ കണ്ടേ സർദാർ KM പണിക്കർ. കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഞാൻ പറഞ്ഞാച്ചാ വന്നത്. നെഹ്റു മന്ത്രിസഭയിലെ അംബാസിഡറായിരുന്നു. ഉന്നതനായ മനുഷ്യൻ. ചാലയിൽ തറവാട്ടിൽ, നായർ തറവാടാ, ചാലയിൽ തറവാട്ടിലെ സർദാർ KM പണിക്കർ അദ്ദേഹം കടന്നുപോയി. ഉന്നതനായ മനുഷ്യൻ. യോഗ്യത നോക്കിയായിരുന്നേ അദ്ദേഹത്തെ ശുശ്രൂഷയ്ക്ക് ആക്കണമായിരുന്നു.
മൈസൂർ സർവകലാശാലയുടെയൊക്കെ വൈസ് ചാൻസലറായിട്ടൊക്കെ ഇരുന്ന ഉന്നതനായ മനുഷ്യനാണ്, അംബാസഡറായിരുന്നു അന്നത്തെ നെഹ്റു മന്ത്രിസഭ. യോഗ്യത നോക്കിയായിരുന്നെ കാവാലത്ത് നിന്ന് പുള്ളീനെ തിരഞ്ഞെടുക്കണം ഈ ശുശ്രൂഷയ്ക്ക്. പക്ഷേ യോഗ്യതയൊന്നുമില്ല, എന്നെ തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിന് അനന്തരവനാണെന്നല്ലോ കടന്നുപോയ കാവാലം നാരായണൻ പണിക്കർ, അദ്ദേഹത്തിൻ്റെ മകനെ കാവാലം ശ്രീകുമാർ, വലിയ ഉന്നതന്മാരാണ്. യോഗ്യത നോക്കുകയായിരുന്നെങ്കിൽ അവരെ ഈ ശുശ്രൂഷയ്ക്ക് ആക്കണമായിരുന്നു. എൻ്റെ ആഗ്രഹം അവരും ഇനിയും ഉള്ളവരും ഈ ശുശ്രൂഷയ്ക്ക് വരണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. സ്തോത്രം. കുട്ടനാട്ടിൽ അങ്ങനെ നോക്കിയായിരുന്നു വേറെ ആൾക്കാരുണ്ട്. മുരിക്കൻ കായൽ രാജാവായിരുന്നു മുരിക്കൻ. 3 കായൽ സ്വന്തം, കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. 3 കായൽ സ്വന്തം, ഏതാണ്ട് 7000 ചുറ്റുവാൻ ഏക്കർ. മനസ്സിലാകാത്തോണ്ടാന്നോ ഞെട്ടാഞ്ഞ്? 7000 ഏക്കർ, മനസ്സിലായില്ലേ? പിന്നെ എന്നാ ഒരു മുഖത്തിൻ്റെ ഭാവ വ്യത്യാസമൊന്നും ഉണ്ടാകാൻ? ഓ, നിങ്ങളിത് ഇതിലും വലുത് കേട്ടിട്ട് ഞെട്ടിയിട്ടില്ല. എന്നാ പിന്നെ 7000 ഏക്കർ നിലം. പിന്നെ ബാക്കിയൊന്നും ഞാൻ വിവരിക്കുന്നില്ല. മുരിക്കൻ കായൽ രാജാവായിരുന്നെന്ന. അന്ന് രാജാവ് കൽപ്പന കൊടുത്ത പക്ഷിക്ഷാമം വന്നപ്പം നികത്തി കൃഷി ചെയ്തോളാൻ. ഉന്നതനായ മനുഷ്യൻ, കാവാലത്തെ പ്രഥമ പ്രസിഡന്റും ഉണ്ടായിരുന്ന അദ്ദേഹം. യോഗ്യത നോക്കിയായിരുന്നെങ്കിൽ അദ്ദേഹമായി ശുശ്രൂഷ ചെയ്യേണ്ടത്. എനിക്ക് അന്ന് ഒരു പറ കണ്ടം പോലും ഇല്ല. കണ്ടം ഞാൻ കണ്ടിട്ടുണ്ട് കരയ്ക്ക് നിന്ന്. യോഗ്യത നോക്കിയായിരുന്നെ അദ്ദേഹത്തെ ആക്കണം. പക്ഷേ അയോഗ്യനാകുന്ന എന്നെ ദൈവം തിരഞ്ഞെടുത്തു. നിങ്ങളെ ഔവണ്ണം തന്നെ. IC ചാക്കോ, ഉന്നതനായ മനുഷ്യൻ, ലണ്ടനിൽ പോയി പഠിച്ചതാ 800കളിൽ. നമ്മൾ ലണ്ടൻ്റെ ഫോട്ടോ കണ്ടതല്ല, ഇന്ന് വരെ 3-4 ഫോട്ടോ കണ്ടിട്ടുണ്ട് ലണ്ടൻ. അദ്ദേഹം അന്ന് പോയി പഠിച്ചതാ. ഉന്നതനായ മനുഷ്യൻ, എന്തോ ഡിഗ്രി ഉള്ള ആൾ. ഹരിത വിപ്ലവത്തിന് നാന്ദി കുറിച്ച MS സ്വാമിനാഥൻ, അദ്ദേഹം കുട്ടനാട്ടുകാരനാണ്. അങ്ങനെ ഉന്നതന്മാർ ഒത്തിരി ഉണ്ട്. അപ്പോൾ യോഗ്യതയും ശ്രേഷ്ഠതയും കുടുംബശ്രേഷ്ഠതയും നിറവും നിലവാരവും ശ്രേഷ്ഠതയൊക്കെ വെച്ച് നോക്കിയാൽ അവരാ ഇതൊക്കെ ചെയ്യേണ്ടത്. പക്ഷേ യാതൊരു യോഗ്യത ഇല്ലാതിരുന്ന എന്നെ അവിടുന്ന് സ്നേഹിച്ചു. ഇങ്ങനെ സ്നേഹിക്കുന്ന ഈ കർത്താവിനെ എങ്ങനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റും? ദൈവത്തിന് സ്തോത്രം. ഞാൻ സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട് ഏറെ ഇനി പറയുന്നില്ല. കർത്താവിനെ സ്നേഹിക്കാത്ത ഏവന് ശപിക്കപ്പെട്ടവൻ. എന്തുകൊണ്ട് ഈ കർത്താവിനെ സ്നേഹിക്കണം? 1, അവിടുന്ന് കർത്താവ്. 2, അവിടുന്ന് ആദ്യം നമ്മെ സ്നേഹിച്ചു. 3, ഈ കർത്താവിനെ സ്നേഹിക്കാനുള്ളതിൻ്റെ 3ാമത്തെ കാരണം അവിടുന്ന് കൃപ നമുക്ക് തന്നു. അതിൻ്റെ 23ാം വാക്യം ഒന്ന് വായിച്ചേ മോളെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ഈ കർത്താവിനെ സ്നേഹിക്കാനുള്ള 3ാമത്തെ കാരണം കൃപ നമുക്ക് തന്ന കർത്താവ്. എന്തുവായി കൃപ? കൃപ തന്നെന്ന് പറഞ്ഞാൽ ഒറ്റ വാക്ക് പറയാ, നമുക്ക് ദാനം തന്നു. കൃപ ദാനമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നില്ല രക്ഷ ദൈവത്തിന്റെ ദാനമാണെന്ന്. കൃപയും അങ്ങനെ തന്നെ ദാനമാണ്. എന്തുവായി കൃപ? ഈ കൃപയെന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്ത സ്ഥാനത്ത് ലഭിക്കുന്നതാണ്. നമുക്ക് യാതൊരു അർഹതയുള്ളവരല്ല, പക്ഷേ കൃപ നമുക്ക് തന്നു. കർത്താവിന്റെ കൃപ അനുഭവിക്കാത്തവരാരാ? ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, കേൾക്കുന്നവരും, ഈ നാട്ടിലുള്ളവരും, ഭൂമിയിൽ പാർക്കുന്ന സകലരും കർത്താവിന്റെ കൃപ അനുഭവിക്കുന്നതാണ്. ദൈവത്തെ വിളിക്കുന്നതിനും വിളിക്കാത്തവനും കൃപ അനുഭവിക്കുന്ന ആളാണ്. അണ്ട മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 44-ാം വാക്യം ഒന്ന് വായിച്ചേ മോളെ. 44, 45 മത്തായി പെട്ടെന്ന്. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അടുത്തത് അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുവല്ലോ. അയ്യോ, ഇതല്ലേ കൃപ? ദുഷ്ടനും നീതിമാനും നീതികെട്ടവനും നീതിയുള്ളവനും എല്ലാം സൂര്യനെ ഉദിപ്പിക്കുകയും മഴയും വെയിലും ചൂടും കാറ്റും കൊടുക്കുന്നവനാ ദൈവം. ആരായി കൃപ അനുഭവിക്കാത്തത്? നമ്മൾ സഭായമൊക്കെ തുടങ്ങുമ്പോൾ ഒരു പാട്ടിന്റെ വരി പാടും. ദുഷ്ടരാകും ജനങ്ങൾക്കും നീതിയുള്ളവർക്കും, ദുഷ്ടരാകും ജനങ്ങൾക്കും നീതിയുള്ളവർക്കും, വന്മഴയും
നൽവയിലും നൽകുന്ന മഹേശ, വന്മഴയും നൽവയിലും നൽകുന്ന മഹേശ, വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു നന്ദിയോടറിയ, വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു നന്ദിയോടറിയ, കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആത്മബോധമോടെ, കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആത്മബോധമോടെ. നല്ല പാട്ടാണ്. ഈ നേരത്തെയൊക്കെ ഇപ്പോഴും ഞങ്ങളുടെ സഭയിൽ അങ്ങനെ ഈ സഭായോഗം ആരംഭിക്കുമ്പോൾ ഇങ്ങനെയുള്ള പാട്ടുകളാണ് പാടുന്നത്. ദൈവത്തെ സ്തുതിക്കുന്ന പാട്ടുകളാണ്. ഇപ്പോൾ ചില പാട്ടുകാരുണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന പാട്ടൊന്നുമല്ല, അവർ കുറച്ച് പാട്ടുമായിട്ട് വന്നിട്ടുണ്ട്, അത് പാടിക്കണം. ചില സഭകളിൽ ചെന്നേ ഭാഷമാർ പ്രാർത്ഥന പാട്ട് പാടി ദൈവത്തെ സ്തുതിക്കുക. അവിടെ ഒരു പാട്ടുകാരൻ പരീക്ഷ എൻ്റെ ദൈവം. യോ, ഈ കഴുതേനെയല്ല അങ്ങ് പിന്നെ എന്തുവാ പറയണ്ടേ? വിവരമില്ല. ആ പാട്ട് അന്നേരമാണോ തുടങ്ങുന്നത്? ഒരാരാധന തുടങ്ങുമ്പം സ്തുതിഗീതം അർപ്പിക്കും ഇല്ലേ? പാട്ടുകാർ പാട്ടെടുത്തത് ഓരോ സന്ദർഭത്തിൽ പാടേണ്ട പാട്ടുകളുണ്ട്, സന്ദർഭോചിതമായിട്ട്. ഒരാരാധന ആരംഭിക്കുമ്പം ദൈവത്തെ സ്തുതിക്കുന്ന പാട്ടാണ്. സർവ്വലോക സൃഷ്ടിതാവേ, അല്ലെങ്കിൽ വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു, നല്ല പാട്ടുകളല്ലേ ഇല്ലേ? എൻ്റെ വീട്ടിൽ ആഹാരം, അത് നമ്മളെ കാണുമ്പോഴും അറിയാമല്ലോ. എൻ്റെ വീട്ടിൽ ആരാധനയ്ക്ക് അതിൻ്റെ പവിത്രതയില്ലേ? എന്ത് നല്ല പാട്ടുകളാണ് കിടക്കുന്നത്. സ്തോത്രം. ഇടയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ, ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും എല്ലാവരുടെ മേലും മഞ്ഞും മഴയും വെയിലും കാറ്റും കൊടുക്കുന്നവനത് ആരായി കൃപ അനുഭവിക്കാത്തത്? അതുകൊണ്ട് ഈ കർത്താവിനെ സ്നേഹിച്ചോ. അവൻ കൃപ തന്നിരിക്കുക. കൃപ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ദാനമാണ്. ഒറ്റ വാക്ക് പറയാ, എന്താ നമുക്ക് ലഭിച്ച ദാനം? അത് മറ്റൊന്നുമല്ല, കർത്താവാകുന്ന യേശുക്രിസ്തു. അതാ ദൈവത്തിൻ്റെ ദാനം. തൻ്റെ ഏകജാതനായ പുത്രന് വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനേ നൽകുവാൻ തക്കവണ്ണം അതാ ആ സൂനുവെ നമുക്ക് തന്നു. കരമുയർത്തി കർത്താവിനൊന്ന് മഹത്വം കൊടുക്ക്. ദൂതർ സ്തുതിക്കും പിറന്നു ഗോശാലയിൽ, ദൂതർ സ്തുതിക്കും നാഗവല്ലഭൻ പിറന്നു ഗോശാലയിൽ, ബന്ധമഴിച്ചു അന്ധനെന്നെയും ബന്ധുവാക്കിയനാ, ബന്ധമഴിച്ചു അന്ധനെന്നെയും ബന്ധുവാക്കിയനാ, ഇന്നും എന്നും നന്നായി സ്തുതിക്കും നാഥേശുവേ ഞാനീ ധരയിൽ, ഇന്നും എന്നും നന്നായി സ്തുതിക്കും നാഥേശുവേ ഞാനീ ധരയിൽ. വാഴ്ത്തിടുമേ വാഴ്ത്തിടുമേ ഇമ്മാനുവേലേ, എൻ ജീവകാലം ഈശോനിതലേ, ഇമ്മാനുവേലേ എൻ ജീവകാലം ഈശോനിതലേ. കർത്താവിന് മഹത്വം കൊടുക്ക്. കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനെ ശപിക്കപ്പെട്ടവൻ. കാരണം സ്നേഹിക്കാനുള്ള കാരണം ഒന്ന്, അവിടുന്ന് കർത്താവാണ്. രണ്ട്, അവിടുന്ന് ആദ്യം നമ്മെ സ്നേഹിച്ചു. മൂന്ന്, അവിടുന്ന് നമുക്ക് കൃപ തന്നു. 9:30 മെസ്സേജ് നിർത്തണമെന്ന ബഹുമാനപ്പെട്ട വിക്ടർ ഫിലിപ്പ് അവറുകൾ പറഞ്ഞിരിക്കുന്നത് ഈ വാച്ചിൻ്റെ കണക്കനുസരിച്ച് 5 മിനിറ്റും കൂടെ ഉണ്ട്. കീറുകൃത്യത്തിന് നിർത്തിയിരിക്കും. ചെല്ലിപ്പോൾ ചിന്തിക്കുക, ഇയാൾ നേരത്തും കാലത്തും വരുന്നവനുമല്ല, നേരത്തും കാലത്തും നിർത്തുന്നവനുമല്ല. അതിന്ന് ഞാനിപ്പോൾ കാണിക്കാം. അപ്പൊ ശ്രദ്ധിക്കുക, കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. 4ാമത്തെ പോയിന്റ്,
ഈ കർത്താവിനെ സ്നേഹിക്കണം. എന്തുകൊണ്ടായി അദ്ദേഹത്തെ സ്നേഹിക്കണം? അവിടുന്ന് സ്നേഹിക്കണമെന്ന് പറയാൻ കാര്യം നാലാമത്തെ ചിന്ത ആ 22-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ മോളെ. കർത്താവിനെ സ്നേഹിക്കാത്തവനേവനും ശപിക്കപ്പെട്ടവൻ. അതിന്റെ കാരണം അടുത്തത്, നമ്മുടെ കർത്താവ് വരുന്നു. അതുകൊണ്ടാണ് അവിടുന്ന് സ്നേഹിക്കണമെന്ന് പറഞ്ഞു. അവിടുന്ന് വീണ്ടും വരുന്നെന്ന്, അവിടുന്ന് വരുന്നെന്ന്, അതുകൊണ്ട് സ്നേഹിക്കാൻ അവിടുന്ന് വീണ്ടും വരുന്നു. അതെന്നെ വീണ്ടും വരുന്നത്? ഒന്ന് വന്നതാ. അതെന്നാ? അയ്യോ, അത് നസറത്തിൽ മറിയത്തിന്റെ ഉദരത്തിൽ ഉരുവായില്ലയോ, കന്യാസൂനുമായിട്ട് ആ കാലത്തൊടുത്തി കൊണ്ട് കിടത്തിയില്ലയോ? അതല്ലായിരുന്നോ തിരുപ്പറവി? ഡിസംബറിലൊന്നും വല്ല യേശു ജനിച്ചത്? കൂടുവെല്ലാം ഉണ്ടാക്കി പമ്മി കിടക്കരുത്. വേറെ രാജ്യത്ത് വേറെ മാസമാണ്. അവിടെ പിന്നെ കേരളത്തിലെ സാഹചര്യം അനുസരിച്ച് ഇന്ത്യയിലെ സാഹചര്യം ഡിസംബർ ആക്കിയതാണ്. വലിയ തണുപ്പുമില്ല, വലിയ ചൂടും ഇല്ല, അതുകൊണ്ട് പരിയമ്പറത്ത് കിടക്കുകയും ചെയ്യാം. ഇപ്പം മാസം പറഞ്ഞൊരു അടിപിടി ഉണ്ടാകണ്ട. ഏതായാലും തിരുപ്പിറവി എന്തുവാ ചാ പറഞ്ഞത്? ഡിസംബറിലാണെന്നാന്നോ അല്ലെന്നാന്നോ? അല്ലെന്നാന്നേ. അപ്പൊ ശ്രദ്ധിക്കുക, അവിടുന്ന് വീണ്ടും വരുന്നെന്ന്. ഒരിക്കൽ വന്നതാ കന്യകാസൂനുമായി. കന്യകാസൂതനായി തരയിൽ വന്നുദിച്ച കന്യകാസുധനായി ധരയിൽ വന്നുദിച്ച ധന്യരിൻ മാനുവേൽ ഇവൻ താനേ. ഇവനേ 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 ക്രിസ്തേശു രക്ഷകൻ ഇവൻ താനേ. ഇവനേ 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 ക്രിസ്തേശു രക്ഷകൻ ഇവൻ താനേ. ഒരിക്കൽ വന്നു. എന്തിന്? മാനവജാതിയുടെ പാപം പരിഹരിക്കാൻ. പരിഹരിച്ചോ? പരിഹരിച്ചു. തെളിവ് ക്രൂശിൽ വെച്ച് പറഞ്ഞു സകലത് നിവൃത്തിയായെന്ന്. മുഴുവൻ നിവർത്തിച്ചാ പോയത്. ഒടുവിൽ മരിച്ചെന്നുറപ്പ് വരുത്തുവാൻ വിലാപ്പുറത്ത് കുത്തി രക്തവും വെള്ളവും ചാടി പുറപ്പെട്ടു. രഹസ്യ ശിഷ്യന്മാർ വന്ന് പീലാത്തോസിന്റെ അനുവാദത്തോടെ ക്രൂശിൽ നിന്ന് ക്രിസ്തുവിന്റെ തിരുശരീരം താഴെ ഇറക്കി 100 രാത്രി സുഗന്ധക്കൂട്ടുള്ള നിർമ്മല ശീലയിൽ പൊതിഞ്ഞ് അരിമത്തയിലെ യോസേപ്പിന്റെ കല്ലറ വെച്ചു. കല്ലും വെച്ച് മുദ്രയും വെച്ച് പടയാളികളെ ഏർപ്പെടുത്തിയെങ്കിലും പൗലോസ് കൊരിന്ത്യർ 15 പറഞ്ഞത് തിരുവെടുത്ത് അറിഞ്ഞതുപോലെ അവൻ 3 ഉയർത്തു, ഇന്നും ജീവിക്കുന്നു. ആദ്യം മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ട്, പിന്നെ കേബാവിന്, പിന്നെ 12 പിന്നെ 11 പിന്നെ എമ്മവസി പോയവർക്ക്, പിന്നെ കടൽക്കരയെ വെച്ച്, പിന്നെ ബെഥാനിയിൽ വെച്ച്, പിന്നെ മുറിയടച്ചിട്ടപ്പോൾ, പിന്നെ തോമാസ് ഉള്ളപ്പോൾ, പിന്നെ ശേഷം പേർക്ക്, പിന്നെ 500 പേർക്ക്, പിന്നെ അങ്ങ് പ്രത്യക്ഷപ്പെടുക. ഒടുവിൽ ഇവരെ എല്ലാം കൂടെ കൂട്ടി ബെഥാനിയെ കൊണ്ടുപോയി അന്ത്യകൽപ്പന കൊടുത്തു. മത്തായി 28, മർക്കോസ് 16, ലൂക്കോസ് 24 പ്രവൃത്തി ഒന്നുകൂടെ ചേർത്ത് പഠിക്കുമ്പം അന്ത്യകൽപ്പന. അന്ത്യകൽപ്പനയുടെ ഏറ്റവും വലിയ കൽപ്പനയാ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്തോണമെന്ന്. വെള്ളത്തിൽ മുങ്ങണമെന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. ഒടി പറഞ്ഞ ചതാ പോയത്. അത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിലല്ല, യേശുനാമത്തിലല്ല. മുങ്ങിക്കോ. എങ്ങനെയാന്ന് കാണിച്ചു തന്നു. ഇങ്ങനെ അല്ല ജോർജ് കുട്ടി, ഞാൻ കരങ്ങി എനിക്ക് ഒന്നാ ചേച്ചി വെള്ളം ഇങ്ങോട്ട് ഒഴിച്ചേര്. ഉറങ്ങാതെ കേക്ക്. അമ്മ മൂത്തിരിക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മുങ്ങി സ്നാനപ്പെട്ടോണം. അല്ല, ശരിയായ സ്നാനം.
അന്ത്യകൽപ്പന. സാധനപ്പെട്ടാന്നോ മോനെ? അതൊരു സഹോദരി, ദൈവം അനുഗ്രഹിക്കട്ടെ. സൂചാട്ടം കേട്ടല്ലോ, ദൈവം അനുഗ്രഹിക്കും. സ്തോത്രം. മുങ്ങി സ്നാനപ്പെടണം. അന്ത്യകൽപ്പന കൊടുത്തേച്ച് ഇവരെല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് ഉണ്ടയിട്ടില്ല. എന്നാൽ നിങ്ങളെവിടെ ഞാൻ ഇപ്പം വരാനും പറഞ്ഞ് അങ്ങനെയൊക്കെ പോയ വിദ്വാന്മാരുണ്ട്. നമ്മുടെ ഒരു കുട്ടിയച്ചൻ പണ്ട് പോയതല്ലേ, ഇപ്പം വരുമെന്ന് നോക്കിയിരുന്ന അതായത് വന്നില്ല, പുള്ളി വഴിയെ കൊണ്ടിട്ട് അവരെല്ലാം കൂട്ടി ബേദാന്യോളം കൊണ്ടുപോയി അന്ത്യകൽപ്പന കൊടുത്തേച്ച് അവർ നോക്കി നിൽക്കുമ്പോൾ പുള്ളി മേപ്പോട്ട് പോയി, അല്ലാതെ കീഴോട്ട് ഉണ്ടയിട്ട് പോയില്ലെന്ന്. അതുങ്ങളെല്ലാം മേലോട്ട് നോക്കി നിൽക്കുക. എന്നാലും ഇങ്ങനെ കയറി മേലോട്ട് പോവുക. നസറായൻ ആ പോക്ക് എന്ന് കാണേണ്ടത് തന്നെ. ഇങ്ങനെ കയറി പോവുക. ശിക്ഷവൃന്ദങ്ങളെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുക. വിലാപ്പുറത്ത് കൈയിടാൻ പറഞ്ഞ പുള്ളിയും ഇല്ല താക്കോല് പീറ്റർ അയാൾ ഇടയ്ക്കിടയ്ക്ക് സഭയിൽ വന്ന് താക്കോല് കറക്കുന്ന ആളാണ്. അയാളിപ്പോൾ താക്കോല് ഇട്ടേച്ച് പുള്ളിയും നോക്കി നിൽക്കുക. അന്നേരം അന്തർയോസ് പിള്ളേരുടെ നിന്ന് അപ്പം അടിച്ചു മാറ്റിയവനാ. ഇപ്പം വലിയ മെടുക്കനാ, പഴയ പോക്കറ്റടി പോലാ. ആകലെ എണ്ണമുണ്ട്. സ്തോത്രം. എല്ലാം നോക്കി നിൽക്കുക. എൻ്റെ ചിന്ത ആ തള്ളയും വന്ന് കാണും. പനി പിടിച്ച് പ്രാർത്ഥിച്ച് പത്രോസിൻ്റെ അമ്മായിയമ്മ എല്ലാം അറിയും. മറ്റേം അറിയും. യോഹന്നെ, സൂസന്നെ, ശലോമി എന്ന് വേണ്ട, സകല എണ്ണോ നോക്കി നിൽക്കുമ്പം അവിടെ നിന്ന് മേപ്പോട്ട് പോവുക. എന്തോ നയന മനോഹരമായ കാഴ്ചയാ. മേപ്പോട്ട് പോവുക. അല്ല, കീഴോട്ടല്ല പോയത്, വെള്ളോട്ട്. കാരണം മേളിൽ നിന്നാ വന്നത്. അവിടെ നിന്നാണ് വന്നത്. വന്നിടത്തോട്ടല്ലേ പോകേണ്ടത്. ആവശ്യമില്ലാത്തടത്തോടൊക്കെ പോകുന്നത് അവിടെ നിന്ന് വന്നവരാ. ഇത് അവിടെ നിന്ന് വന്നുകൊണ്ട് വന്നിടത്തോട്ട് പോവുക. അങ്ങനെ മേളിലോട്ട് പോകുമ്പോൾ ശിഷ്യന്മാരെല്ലാം നോക്കി നിൽക്കുക. നമ്മളാരും കണ്ടില്ലെങ്കിലും കേരളത്തിൽ നിന്ന് ഒരാൾ പോയി കണ്ടു മേളിലോട്ട് പോകുന്നത്. അത് വേറെ ആരുമില്ല. ഇവിടെ നിന്ന് ഒരാൾ പോയി, കേരളത്തിൽ നിന്ന് ഒരാൾ ഇത് കാണാൻ. അറിയാമോ? കേരളത്തിൽ നിന്ന് ഒരാൾ പോയി കണ്ടെന്ന്. അത് മറ്റാരുമല്ല, ബ്രദറിൻ സഭയുടെ അനുഗ്രഹിക്കപ്പെട്ട കർത്തദാസൻ ടി കെ ശ്യാമുവേൽ അവർകൾ. അദ്ദേഹം ആത്മാവിൽ നിന്ന് പോയി ആ മേളോട്ട് പോകുന്നത് പുള്ളി കണ്ടേച്ച് പുള്ളി വേനായിടത്ത് എഴുതി. മലയിൽ നിന്നും തിരുജനമരികിൽ നിൽക്കവേ, ഒലിവന്നോതും മലയിൽ നിന്നും തിരുജനമരികിൽ നിൽക്കവേ, ചരണമുയർന്നു ഗഗനേ ഗഗനായി താതനരികിലമർന്നു. ചരണമുയർന്നു ഗഗനേ ഗഗനായി താതനരികിലമർന്നു. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമാ നിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമാ നിസ്തുലം. ഇത്ര മഹാനായുത്തമനാകുമൊരുത്തനെ ഉലകിൽ കാണുമോ? ഇത്ര മഹാനായുത്തമനാകുമൊരുത്തനെ ഉലകിൽ കാണുമോ? ജയ ജയ നിസ്തുല ക്രിസ്തുരാജൻ, ജയ ജയ നിർമ്മല നായകൻ. ജയ ജയ നിസ്തുല ക്രിസ്തുരാജൻ, ജയ ജയ നിർമ്മല നായകൻ. ജയ ജയ ഘോഷം തുടരുക ജനമേ, ജയം തരുന്നാഥന് സ്തോത്രമേ. ജയ ജയ ഘോഷം തുടരുക ജനമേ, ജയം തരും നാഥന് സ്തോത്രമേ. ഒലിവന്നോതും മലയിൽ നിന്നും തിരുജനമരികിൽ നിൽക്കവേ, ഒലിവന്നോതും മലയിൽ നിന്നും തിരുജനമരികിൽ നിൽക്കവേ, ചരണമുയർന്നു ഗഗനേ ഗഗനായി താതനരികിലമർന്നു. ചരണമുയർന്നു ഗഗനേ ഗഗനായി താതനരികിലമർന്നു. നേരെ അങ്ങ് മേളിലോട്ട് പോയെന്ന്. നേരെ മേളിലോട്ട് പോയെങ്കിൽ മേളിൽ നിന്ന് തന്നെ തിരിച്ചും വരുന്നു. തെളിവിനൊരു വാക്യം വായിച്ച് നിർത്താം. ഫിലിപ്പിയ ലേഖനം 3:20 മോളെ. മേളിലോട്ടല്ലേ പോയത്, മേളിൽ നിന്നാ വരുന്നത്.
നമ്മുടെ പൗരത്വമോ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് വീണ്ടും വരുമെന്ന്. അവിടുന്ന് ആദ്യം അവിടുന്ന് വന്നു, അവിടേക്ക് തന്നെ പോയി, ഇനി അവിടുന്ന് വീണ്ടും വരും. നമ്മുടെ കർത്താവ് വരുന്നു. അതുകൊണ്ട് ഈ കർത്താവിനെ സ്നേഹിച്ചോണം. തിരുസഭയെ ചേർക്കാൻ അവിടുന്ന് വീണ്ടും വരിക. പോണമെങ്കിൽ മാനസാന്തരപ്പെടണം, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 2 വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. 3 പരിശുദ്ധാത്മ നിറവിനെ പ്രാപിക്കണം. 4 തിരുമേശ എടുക്കണം. 5 അവൻ കൂട്ടായ്മ ആചരിക്കണം. 6 വേർപാട് കർക്കശമായി പ്രാപിക്കണം, പ്രാർത്ഥന കഴിക്കണം. അങ്ങനെയുള്ള അനുദിനം മാനസാന്തരം. അങ്ങനെയുള്ളവരെ ചേർക്കാൻ അവിടുന്ന് വീണ്ടും വരുന്നു. ഈ കർത്താവിനെ സ്നേഹിച്ചോണം. ദൈവം നിങ്ങൾക്കെല്ലാം കൃപ നൽകട്ടെ. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിക്കാം. യേശു വീണ്ടും വരുന്നു, യേശു വീണ്ടും വരുന്നു. കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. എന്തുകൊണ്ടാണ് അവിടുന്ന് സ്നേഹിക്കേണ്ടത്? അവിടുന്ന് കർത്താവാ. 2 അവിടുന്ന് ആദ്യം നമ്മെ സ്നേഹിച്ചു. 3 അവിടുന്ന് കൃപ തരുന്നു. 4 അവിടുന്ന് വീണ്ടും വരുന്നു. കരമുയർത്ത് ദൈവത്തെ സ്തുതിച്ച് അല്പസമയം എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാൽ